ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിരവധി ആളുകൾ ഇവിടെ വന്നു പോവുകയാണ്. കൊടിയേറ്റ് നടന്ന ദിവസം മുൻ വർഷങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ആളുകൾ ഇവിടെ സമ്മേളിക്കുകയുണ്ടായി. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു നോട്ടീസോ മറ്റ് പോസ്റ്ററുകളോ ഒന്നും ഇറക്കാതെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിങ്കലേക്ക് ആരെയും ക്ഷണക്കത്ത് നൽകി ക്ഷണിക്കാതെ ഇവിടെ നിരവധി ആളുകൾ വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ വന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, മറ്റ് പെരുന്നാളുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും വരുന്ന വിശ്വാസികൾക്ക് നേർച്ച കൊടുക്കുന്ന പതിവുണ്ട്. പായസമോ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ ഇവിടെ അതൊന്നുമില്ല. എന്നിരുന്നാലും ഒട്ടനവധി ആളുകൾ ഇവിടെ വരുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ അനുഗ്രഹം പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിൽ നിന്ന് പ്രാപിച്ച് അവർ മടങ്ങിപ്പോവുകയും പിറ്റേ വർഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുവാൻ അവരുടെ അനുഭവങ്ങൾ കാരണമാവുകയും ചെയ്യുകയാണ്. ഇവിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 111-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സംഗമം നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധ പരിമല തിരുമേനി ഒരു കാലയളവിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ മനസ്സിലാക്കുന്നത് സഭയുടെ ഒരു നല്ല മെത്രാപ്പോലീത്ത ആയിരുന്നു, അതിനുള്ള വിലയാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ സമൂഹം പരിശുദ്ധ പരിമല തിരുമേനിക്ക് നൽകുന്നത് ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള ഒരു വലിയ ആദരവ് കൂടിയാണ്. അങ്ങനെ എപ്പോഴും ഇവിടെ തടിച്ചുകൂടുന്ന ആളുകൾക്ക് ഒട്ടനവധി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ഇവിടെ തീർത്ഥാടന സംഗമം നടക്കുമ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ്. നമുക്കറിയാം, സഭ ഇപ്പോൾ നീതി ലഭിക്കാതെ വേദനിക്കുന്ന ഒരു സമയമാണ്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ വേദന ഏറ്റവും അധികം ഏറ്റുവാങ്ങുന്നയാൾ സഭയുടെ തലവനാണ്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും മലങ്കര സഭയുടെ വിവിധ മേഖലകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനി ഇന്ന് ആ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നുണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കോലഞ്ചേരി പള്ളിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞു. എന്നാൽ ആ വിധി നടപ്പിലാക്കി തരുവാൻ ചുമതലപ്പെട്ടവർ ആ വിധി നടപ്പിലാക്കാതെ കയ്യും കെട്ടി മാറി നിന്നപ്പോൾ ഇന്ന് കോടതിയിൽ ഉണ്ടായ ഒരു പരാമർശം, ഇരുവിഭാഗക്കാരും കോടതി വിധി അംഗീകരിക്കണം എന്ന് ഇന്ന് കോടതി പറയുകയുണ്ടായി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞു, കോടതി വിധിക്കെതിരെ കുടില് കെട്ടി സമരം ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞത്, പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കരുത്, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ വന്ന കോടതിയിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി എഴുതിയപ്പോൾ കോടതിക്ക് തന്നെ ബോധ്യമായി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പോയാൽ കോടതിയുടെ വില പോലും പോകുമെന്ന് കണ്ടിട്ടാകണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഈ വാർത്തകളൊന്നും ഇനി ദൃശ്യ പത്രമാധ്യമങ്ങളിൽ വരരുത് എന്നുകൂടി കൂട്ടിച്ചേർത്തു. കോടതി വിധി അംഗീകരിക്കണമെന്ന് പറഞ്ഞ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് മലങ്കര സഭയുടെ പരമാധ്യക്ഷന്റെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നാളെ ഇപ്പോൾ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ മാസത്തിൽ 2 ദിവസം ഉപവാസമെടുത്ത് മൗനത്തിൽ പ്രാർത്ഥന നടത്തുന്ന ഒരു പരമാധ്യക്ഷനാണ് നമുക്കുള്ളത്.
അതിന്റെ പ്രയോജനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സെപ്റ്റംബർ മാസം ആദ്യവാരം ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ മാർപ്പാപ്പായുടെ ക്ഷണം സ്വീകരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ റോമിൽ പോയി. റോമിൽ ചെന്നപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ലഭിച്ച സ്വീകരണം നിസ്സാരമല്ല. പരിശുദ്ധ മാർപ്പാപ്പ അദ്ദേഹം ഇരുന്ന കസേരയ്ക്ക് തുല്യമായ ഒരു കസേരയിട്ട് അദ്ദേഹത്തിന് തുല്യമായ പദവിയിലാണ് ഇരിക്കുന്നത്, മലങ്കര സഭയുടെ പരമാധ്യക്ഷനാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഇരുന്ന കസേരയ്ക്ക് തുല്യമായ ഒരു കസേരയിട്ട് നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഒപ്പമിരുത്തി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ സംബോധന ചെയ്തത് യുവർ ഹോളിനെസ് എന്നാണ്. ഇന്ത്യയിൽ മറ്റാരെയും പരിശുദ്ധ മാർപ്പാപ്പ യുവർ ഹോളിനെസ് എന്ന് വിളിക്കില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. നമുക്ക് അത്ര വലിയൊരു അംഗീകാരം 15 മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ മാർപ്പാപ്പായും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും ആഗ്രഹിച്ചുവെങ്കിൽ ആ കൂടിക്കാഴ്ച നീണ്ടുപോയത് 45 മിനിറ്റ് നേരമാണ്. അതുപോലെ അതിനുശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിച്ച അവസരത്തിലൊക്കെ 1 മണിക്കൂറിലധികം എടുത്ത് ഭക്ഷണം കഴിച്ചപ്പോൾ ആ ഭക്ഷണം കഴിച്ച അവസരത്തിലൊക്കെയും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ മാർപ്പാപ്പ നൽകിയ ആ ബഹുമാന ആദരവുകൾ മനസ്സിലാക്കുമ്പോൾ മലങ്കര സഭയുടെ വലിപ്പം എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ സമ്മേളനത്തിന് ഇവിടെ അധ്യക്ഷത വഹിക്കുമ്പോൾ, ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഏവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എല്ലാ പെരുന്നാളുകൾക്കും കൃത്യമായ മാർഗനിർദ്ദേശം നൽകി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മളിൽ ഒരുവനായി എല്ലായിടത്തും ഓടിയെത്തി വേണ്ട ക്രമീകരണങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിവന്ദ്യനായ ക്രിസോസ്റ്റമസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത, ചെങ്ങന്നൂർ ഭദ്രാസന അധിപൻ, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, വളരെ ശ്രേഷ്ഠമായ നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന അഭിമന്യനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബഹുമാന്യനായ തിരുവല്ല MLA ശ്രീ മാത്യു ടി തോമസ് സംബന്ധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂരിന്റെ MLA ശ്രീ PC വിഷ്ണുദാസ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ തെയോഫിലോസ് തിരുമേനി, മലബാർ ഭദ്രാസനാധിപൻ, നമുക്കൊക്കെ വേദനയുണ്ടായ ഒരു സംഭവം, തിരുമേനി അമേരിക്കൻ പര്യടനത്തിലായിരുന്നപ്പോൾ തിരുമേനിക്ക് അസുഖമാണ് എന്ന് വാർത്ത പ്രചരിച്ചപ്പോൾ നമ്മുടെ ആളുകൾ ഒന്നടങ്കം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല തിരുമേനി അറിയാവുന്ന എല്ലാ ആളുകളും വളരെ വിഷമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം തിരുമേനി ഒട്ടനവധി പാവങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോൾ കർമ്മനിരതനായിരിക്കുന്ന അവസരത്തിലാണ് രോഗബാധിതനായി എന്ന വിവരം ആളുകൾ അറിയുന്നത്. ശരിക്കും ആളുകൾ വേദനിച്ച് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തന്നു. എനിക്കറിയാം, അന്നു രാത്രിയിൽ അസുഖമാണ് എന്നറിഞ്ഞ രാത്രിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിൽ ഇവിടെ തിരുമേനിയോട് അടുപ്പമുള്ള നിരവധി ആളുകൾ രാത്രിയിൽ തന്നെ ഈ കബറിൽ വന്ന് ഉറക്കം വെടിഞ്ഞ് ഈ കബറിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ടായി. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലം ഇന്ന് അഭിമന്യനായ തെയോഫിലോസ് തിരുമേനി ആരോഗ്യവാനായി നമ്മളോടൊത്ത് ഈ പരിപാടിയിൽ ഇന്നലെയും തിരുമേനി ഉണ്ടായിരുന്നു, നാളെയും തിരുമേനിയുണ്ട്. തിരുമേനി ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാം ശ്രദ്ധിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്ന് അഭിമന്യനായ തിരുമനസ്സുകൊണ്ട് ഇവിടെ സന്നിഹിതനാണ്. അഭിമന്യ തെയോഫിലോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും.
മാവേലിക്കരയുടെ മുൻ MLA ശ്രീ M. മുരളി. നമുക്കറിയാം, സഭയ്ക്ക് അങ്ങനെ സഭയുടെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ MLA-മാരില്ല, മറ്റു ജനപ്രതിനിധികളില്ല. സഭയ്ക്ക് വേണ്ടി അന്യായമായ കാര്യങ്ങൾ സംസാരിക്കുവാനല്ല, ന്യായമായ നീതിയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ ആരുമില്ല. മാവേലിക്കര MLA ആയിരുന്ന സന്ദർഭത്തിൽ ശ്രീ M. മുരളി നമുക്ക് വേണ്ടി സംസാരിക്കുവാനും വളരെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പലരുടെയും അടുത്ത്, ഭരണാധികാരികളുടെ അടുത്തൊക്കെ സംസാരിക്കുവാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ M. മുരളി നമ്മുടെ സഭയുടെ ഒരു ആത്മസുഹൃത്താണ്. ബഹുമാനപ്പെട്ട ശ്രീ M. മുരളിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാബു ജോർജ്, പത്തനംതിട്ട ജില്ലയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ വളരെ വേദനയുണ്ട്. സാധാരണ 5 വർഷത്തേക്കാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ എടുക്കുന്നത്. പക്ഷേ ഓർത്തഡോക്സുകാർ പല സമയത്തും പലയിടത്തും കുരുതി കൊടുക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കുരുതി കൊടുക്കപ്പെട്ട ഒരു മാന്യദേഹമാണ് ശ്രീ ബാബു ജോർജ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്ന പേരുകളിൽ ഒന്ന് ശ്രീ ബാബു ജോർജിൻ്റെതായിരുന്നു. ബാബു ജോർജ് യൂത്ത് കോൺഗ്രസിന്റെ ഏക സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഏക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം വന്നവരും അദ്ദേഹത്തിന് പിന്നാലെ വന്നവരും അദ്ദേഹത്തിന് മുന്നമേ പോയവരും ഒക്കെ MLA-മാരും മന്ത്രിമാരും MP-മാരും ഒക്കെ ആയി. പക്ഷേ നമ്മുടെ സഭയുടെ അംഗമായതുകൊണ്ടാകണം ഒരുപക്ഷെ അദ്ദേഹം തഴയപ്പെടുന്നത്. ആരൊക്കെ മാറ്റിയാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ബാബു ജോർജിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി നിങ്ങൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനി വർഗീസ്, കേരള സർക്കാരിന്റെ AR സ്മാരക സെക്രട്ടറി, മലങ്കര സഭയുടെ അരുമസന്താനം, ഇവിടെ പരിമലയിലെ കാര്യങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും ഇവിടെ സന്നിഹിതനായി ഒപ്പം പ്രവർത്തിക്കുന്നു. ശ്രീ അനി വർഗീസിനെ സ്വാഗതം ചെയ്യും. ശ്രീമതി തങ്കമണി നാണപ്പൻ, കടപ്ര പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ശ്രീമതി തങ്കമണി നാണപ്പൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ റോയി M. മുത്തൂറ്റ്, നമുക്കറിയാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. സഭയുടെ പീരുമേട്ടിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് പണി തുടങ്ങുന്ന കാലത്ത് പരിശുദ്ധ മാത്യൂസ് തിരുമേനി ബാവ വളരെ കാര്യമായി മുൻനിരയിൽ നിർത്തിയ ആളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത്, അതുപോലെ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ബസേലിയസ് പബ്ലിക് സ്കൂളിന്റെ ആരംഭകാലം മുതൽ ഇന്നുവരെയും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ ശ്രീ റോയി M. മുത്തൂറ്റ് അവരുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗൺസിൽ, ഈ പരിമല കൗൺസിൽ അംഗങ്ങളായ ശ്രീ തോമസ് ഉമ്മനരിപ്പുറം, ശ്രീ AP മാത്യു, ശ്രീ P. യോഹന്നാൻ എന്നിവർ വളരെ കർമ്മനിരതരായി എപ്പോഴും രാത്രിയിലും പകലും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെയൊക്കെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രൊഫസർ ഡോക്ടർ വർഗീസ് പേരയിൽ ഇവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിന്റെ ആവശ്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഇവിടെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ സെമിനാരിയുടെ മാനേജർ ബഹുമാന്യനായ ഔഗൻ റമ്പാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന വന്യരായ കോർപ്പിസ്കോപ്പമാരെയും വന്യ വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവിടെ വിവിധ മതസ്ഥരായി തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയെ സവിനയം ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമേനി, സഭയുടെ സീനിയർ മെത്രാപ്പോലീത്തായും ചെങ്ങന്നൂർ ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്യനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, അഭിവന്യനായ തെയോഫിലോസ് തിരുമേനി,
മലങ്കര സഭയുടെ ഓണററി അംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയങ്കരനായ എം മുരളി, ശ്രീ അനി വർഗീസ്, ശ്രീ റോയ് എം മുത്തൂറ്റ്, എൻ്റെ സഹപ്രവർത്തകരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒക്ടോബർ 26 ശനിയാഴ്ച തുടങ്ങിയ 111 ഓർമ്മ പെരുന്നാളിന് അതിൻ്റെ സമ്മേളന പരമ്പരകൾ ഇതോടുകൂടി സമാപിക്കുകയാണ്. തീർത്ഥാടന വാര ഉദ്ഘാടനത്തോടുകൂടിയാണ് കൊടിയേറ്റിന് ശേഷം നടന്ന തീർത്ഥാടന വാര ഉദ്ഘാടനത്തോടുകൂടി ഈ വർഷത്തെ പെരുന്നാളിന് തുടക്കം കുറിച്ചു. പെരുന്നാളിൻ്റെ സമ്മേളന പരിപാടികൾ എല്ലാം ഈ തീർത്ഥാടന സംഗമത്തോടുകൂടി സമാപിക്കുന്നു. പെരുന്നാളിൻ്റെ പ്രധാന സമയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുകയാണ്. ഈ ഒരാഴ്ചക്കാലം അനുഗ്രഹീതമായ കാലാവസ്ഥയും എല്ലാം ഒരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പരിശുദ്ധ ബാവ തിരുമേനി ഈ സ്ഥാനത്ത് അവരോധിതനായതിൻ്റെ 3ാം വാർഷികമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് നവംബർ 1 തീയതി രാവിലെ ഈ പരുമല പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി സഭ ഉയർത്തി. ഈ 3ാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പ്രാർത്ഥനയ്ക്കും മുഖംമൂടിയില്ലാത്ത ജീവിത ശൈലിക്കും ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇവിടെ പരാമർശിച്ച കോടതി വിധി ആണ്. തിരുമേനിയുടെ പ്രാർത്ഥന നിഷ്കളങ്കത, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, മുഖംമൂടിയില്ലാത്ത, പൊയ്മുഖമില്ലാത്ത ആ ജീവിത ശൈലിക്ക് ഇതിൽ കൂടുതൽ ഒരു ദൈവിക അംഗീകാരം കിട്ടേണ്ടതില്ല. ഇരുവിഭാഗങ്ങളും കോടതി വിധി അംഗീകരിക്കണമെന്ന് മലങ്കര സഭ എന്നും പറയുന്നതും മലങ്കര സഭ എടുത്തിട്ടുള്ള നിലപാടുകളും ഇത് മാത്രമാണ്. കോടതി വിധി എന്തുമാകട്ടെ, നാളിതുവരെ അതനുസരിച്ചും അംഗീകരിച്ചും മാത്രമാണ് ഈ സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. രാജ്യത്തെ നീതി വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ സഭയുടെ അധ്യക്ഷൻ തന്റെ സഹപ്രവർത്തകരെയും സംഘടിപ്പിച്ച് രാഷ്ട്രത്തിന്, മലങ്കര സഭയുടെ ഭീഷണി അത് ദൈവം നോക്കിക്കൊള്ളും, രാഷ്ട്രത്തിന് അരാജകത്വം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ സൗമ്യതയിൽ, ക്ഷമയുടെ മാർഗത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ഈ പരിശുദ്ധ പിതാവേ, അങ്ങേക്ക് ദൈവം ദീർഘായുസ്സും അങ്ങയുടെ ദൈവികമായ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനും ദൈവം തുടർന്നും കൃപ സമൃദ്ധിയായി നൽകട്ടെ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ ദൈവികമായ നേതൃത്വത്തിന് മുമ്പിൽ മലങ്കര സഭ അനുസരണത്തോടും അച്ചടക്കത്തോടും നിലനിൽക്കും എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം ഒരു തീർത്ഥാടകന്റെ ജീവിതമായിരുന്നു. ഒരു തീർത്ഥാടകന്റെ ജീവിത ശൈലിയായിരുന്നു പരിശുദ്ധനായ പരുമല തിരുമേനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ആരംഭ ദിവസം സൂചിപ്പിച്ചതുപോലെ തീർത്ഥാടകന് ഒരു ലക്ഷ്യമുണ്ട്, തീർത്ഥാടകന് ഒരു ജീവിത ശൈലിയുണ്ട്, തീർത്ഥാടകന് അതിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇത് തിരിച്ചറിവായ കാലം മുതൽ തന്നെ തന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയ മഹാപരിശുദ്ധനായിരുന്നു പരിശുദ്ധനായ പരുമല തിരുമേനി. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു തീർത്ഥാടനം നടത്തി. പരിശുദ്ധനായ പരുമല തിരുമേനി തീർത്ഥാടനം നടത്തിയത് വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം വിശുദ്ധ നാടിന്റെ തീർത്ഥാടനം നടത്തിയത് തിരുമേനി ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല പോയത്. ജീവിതത്തിൽ എന്നും ഒരു തീർത്ഥാടകന്റെ ആത്മാവ് നിലനിർത്തിയ തിരുമേനി വിശുദ്ധ നാട് ഒരു തീർത്ഥാടനം നടത്തി. അത് തന്റെ ഊസ്ലേം യാത്രാ വിവരണത്തിൽ തിരുമേനി വ്യക്തമാക്കുന്നുണ്ട്. തീർത്ഥാടനം കഴിഞ്ഞു വന്ന തിരുമേനി തനിക്ക് ചെയ്യാവുന്ന, സംഘടിപ്പിക്കാവുന്ന മേഖലകളിലൊക്കെ
സഭാംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ തീർത്ഥാടനത്തിലൂടെ തിരുമേനി സ്വീകരിച്ച, സ്വാംശീകരിച്ച, ഉൾക്കൊണ്ട, തിരിച്ചറിഞ്ഞ ആത്മാവിനെ മലങ്കര സഭയ്ക്ക് വെളിപ്പെടുത്തി. തിരുമേനി ഒരു പുതിയ ദർശനത്തോടുകൂടിയാണ് തീർത്ഥാടനത്തിന് ശേഷം തിരിച്ചു വരുന്നത്. തീർത്ഥാടന സംഗമത്തിൽ സമാഗതനായിരിക്കുന്ന സഭാമക്കളോടും സർവരോടും എനിക്ക് വിനയപൂർവ്വം ഓർപ്പിക്കുവാനുള്ളത്, തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്നവർ ഈ പരിമലയിലെ തീർത്ഥാടനത്തിന് ശേഷം തിരുമേനി ഉൾക്കൊണ്ട ആത്മാവിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. തിരുമേനി മടങ്ങി വന്ന് പല സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ദൈവത്തിന്റെ സഭ സമൂഹം നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനായി ദൈവത്താൽ നിയോഗിതമായിരിക്കുന്ന ഒരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ സമൂഹത്തിലെ മലയാളക്കരയിലെ പിന്തള്ളപ്പെട്ടവരുടെയും അതുപോലെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുവാൻ നിർവാഹമില്ലാതെ അവഗണിക്കപ്പെട്ടവരുടെയും പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി തിരുമേനി പ്രവർത്തിക്കുകയായിരുന്നു. ശേഷമുള്ള കാലം വളരെ ഉത്സാഹത്തോടെ ചില പ്രത്യേകമായ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്രകാരം ഉള്ളവരുടെ ഉന്നമനത്തിന് തിരുമേനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് മലങ്കര സഭ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ സമീപനങ്ങളുടെ ചക്രവാളങ്ങൾക്ക് വികാസമുണ്ടാകുകയുള്ളൂ എന്നും തിരുമേനിക്ക് ബോധ്യമായി. ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം എന്നും ദളിത് തിയോളജി എന്നുള്ളത് അടുത്ത കാലത്തൊക്കെ ദൈവശാസ്ത്ര മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളാണ്. ഇത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തിരിച്ചറിയുകയും തിരുമേനിയുടെ വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രവർത്തനം പ്രഭാഷണങ്ങളോ എഴുത്തുകളോ അല്ലായിരുന്നു. പക്ഷേ അത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ വിമോചനത്തിന്റെ ആത്മാവിനെ തിരുമേനി നിലനിർത്തി. അപ്പോൾ തിരുമേനി തീർത്ഥാടനം കഴിഞ്ഞു വരുന്നത് ഒരു പുതിയ ശക്തിയോടെയാണ്. ഈ തീർത്ഥാടനത്തിൽ നിന്ന് തിരുമേനിക്ക് കിട്ടിയ പുതുശക്തി എന്ന് പറയുന്നത് to break certain barriers. ഇവിടെ നിലനിന്നിരുന്ന വർണ്ണവർഗ വിവേചനത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിക്കണം എന്നുള്ള ഒരു ആന്തരികമായ ശക്തി തിരുമേനിക്കുണ്ടായി. രണ്ടാമത് to build a new structure. ഇവിടെ ഒരു പുതിയ വ്യവസ്ഥിതി, അതായത് പിന്തള്ളപ്പെടുന്നവരും അവഗണിക്കപ്പെടുന്നവരും ഇവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന വർണ്ണവർഗങ്ങളോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ളതിന്റെ ഒരു പുതിയ വ്യവസ്ഥിതി തിരുമേനി ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളോട് ക്രിയാത്മകമായി പ്രതികരിച്ച ഒരാളായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. തിരുമേനി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആരാധനയും നിഷ്ഠയും ചിട്ടയും ഒക്കെ കാട്ടി മാത്രമങ്ങ് ഒതുങ്ങിക്കഴിയുകയല്ലായിരുന്നു. കാലത്തിന്റെയും ലോകത്തിന്റെയും വെല്ലുവിളികളോട് നിസ്സംഗതയുടെ ആത്മാവിനെ പുലർത്തിയില്ല. ലോകത്തിന്റെ മോഹങ്ങളോടും ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളോടും ലൗകികതയുടെ ആർഭാടങ്ങളോടും തിരുമേനി നിസ്സംഗത പുലർത്തി എങ്കിൽ സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ വേദനകൾക്ക് പരിഹാരം കാണുവാൻ തിരുമേനി വളരെ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായി തീരുകയായിരുന്നു. അതുകൊണ്ട് മതത്തെ കുറിച്ച് പറയാറുണ്ട്, റിലിജിയൻ ക്യാൻ ബി എ ബാരിയർ ഓർ ക്യാൻ ബി എ കാരിയർ. മതം എന്ന് പറയുന്നത് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നായി തീരാം. പക്ഷെ തിരുമേനിക്ക് മതം എന്ന് പറയുന്നത്, തന്റെ സഭ എന്ന് പറയുന്നത്, ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ അതിനെ വഹിക്കുന്ന ഒന്നായിട്ടാണ് തിരുമേനി കണ്ടത്. അതുകൊണ്ട് ദൈവ സൃഷ്ടികളായ സഹോദരങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം എന്നുള്ളത് ഓർത്തഡോക്സുകാർക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, മുഖ്യധാരയിൽ എത്തി നിൽക്കുന്നവരുടെ സംരക്ഷണത്തിനല്ല സഭ നിൽക്കേണ്ടത്. മറ്റുള്ളവരെ കൂടെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന്
ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വലിയ പങ്ക് നിർവഹിക്കുവാനുണ്ട് എന്ന് തിരുമേനി തിരിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ കാര്യത്തിൽ ചെയ്യേണ്ടത് തന്നാലാവുന്നത് തിരുമേനി ചെയ്യുകയും ചെയ്തു. തിരുമേനിയുടെ വിശുദ്ധ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആത്മാവിനെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കണം. അഗതികളുടെ അമ്മ എന്ന് ലോകം ആദരിക്കുന്ന അംഗീകരിക്കുന്ന മദർ തെരേസയെ കുറിച്ച് ശ്രീ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സ്നേഹിതൻ ഒരു ഗ്രന്ഥം എഴുതി. ഗ്രന്ഥത്തിന്റെ പേര് ദ മദർ എന്നായിരുന്നു. നോട്ട് എ മദർ, ഒരമ്മ എന്നുള്ളതല്ല, ആ അമ്മ എന്നുള്ളത്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു വ്യക്തിഗത നിരീക്ഷണമുണ്ട്. ലിറ്റിൽ ആക്ട്സ് ഓഫ് ലവ് ആൻഡ് കൈൻഡ്നസ് മേക്ക് ദിസ് വേൾഡ് എ ഹെവൻ. സ്നേഹത്തിന്റെയും കരുണയുടെയും ചെറിയ കർമ്മങ്ങൾക്ക് ഈ ഭൂമിയെ, ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നു എന്ന് തിരുമേനിയുടെ ഭക്തി ജീവിതത്തിന്റെ the sum and substance of the holy life of Saint Gregorius can be said as little acts of love and kindness. അതുകൊണ്ട് ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി തീർക്കുവാനായിട്ട് തിരുമേനി തന്നാലാവത് ചെയ്തു. അതുകൊണ്ട് തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്ന സഭാമക്കളെ, ഇന്ന് നിങ്ങൾ ഒരു തീർത്ഥാടനം നടത്തി പോകുമ്പോൾ തിരുമേനിയുടെ ഈ ആത്മാവിനെ ആവഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാസമണ്ഡലങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. മലങ്കര സഭ എന്നും ഈ ഒരു കാര്യത്തിൽ വളരെ പ്രതിബദ്ധത കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്നു എന്ന് പത്രവാർത്തയുണ്ടായപ്പോൾ പരിശുദ്ധ സഭയുടെ പ്രതിനിധികൾ അവിടെ ഓടിയെത്തി. ഈ സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ആലോചിച്ചു. 9 ഗ്രാമങ്ങൾ മലങ്കര സഭ ദത്തെടുത്ത് 500-ലധികം കുട്ടികൾക്ക് കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ പോഷകാഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ വേദിയെ അറിയിക്കട്ടെ. ഉത്തരാഖണ്ഡിൽ പ്രളയക്കെടുതി ഉണ്ടായ സമയത്ത് മുൻപും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടായപ്പോൾ മലങ്കര സഭ ഓടിയെത്തുകയും ശ്രദ്ധേയമായ സാക്ഷ്യത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഉത്തരാഖണ്ഡിലും പ്രളയക്കെടുതി ഉണ്ടായ സമയത്ത് 3800 ചില്ലുവാനും ഗ്രാമങ്ങളെയാണ് ഈ പ്രളയക്കെടുതി ബാധിച്ചത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക്, ഗ്രാമവാസികൾക്കാണ് ഭവനം നഷ്ടപ്പെട്ടത്. പരിശുദ്ധ ബാബാ തിരുമേനി മാനേജിംഗ് കമ്മിറ്റിയിൽ പ്രഖ്യാപിച്ചു, മലങ്കര സഭ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമം ഏറ്റെടുത്ത് പുനർനിർമ്മാണം ചെയ്തിരിക്കും എന്ന്. അവിടെ സർക്കാർ നമുക്ക് ഒരു ഗ്രാമം അനുവദിച്ചു തന്നിരിക്കുന്നു. 34 ഭവനങ്ങളുടെ പുനർനിർമ്മാണം നടത്തുവാനാണ് മലങ്കര സഭ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആ പ്രദേശത്തെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഒരു പ്രൈമറി സ്കൂളും ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഹോളും ഉൾപ്പെടെ 1.5 കോടി രൂപയുടെ ഒരു ബജറ്റാണ് ഈ കാര്യത്തിൽ സഭ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കൽപ്പന ഇതിനോടകം എല്ലാ പള്ളികളിലും കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാന്യരായ വൈദികരോടും സഭ മക്കളോടും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ ബാബാ തിരുമേനിക്ക് വേണ്ടി ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഈ പദ്ധതി വിജയകരമാക്കി തീർത്ത് മുൻകാലങ്ങളിലെ പോലെ ഈ പദ്ധതികളും വിജയപ്രദമാക്കി തീർക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്തിയ പരിശുദ്ധനായ പരിമല തിരുമേനിയെ ശക്തീകരിച്ച ആ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കും. പരിമല കൊച്ചു തിരുമേനിയുടെ എളിയ വിശുദ്ധ ജീവിതത്തെ പരാമർശിച്ചും സഹോദര സ്നേഹത്തെ കുറിച്ച് ഉദ്ബോധിപ്പിച്ചും കൊണ്ടുള്ള അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ വാക്കുകൾക്കായി വളരെയധികം നന്ദി. മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവർ ഇവിടെ ആഗതനായിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ അദ്ദേഹം പദയാത്രയായി ഇവിടെ വന്നയാളാണ്. വളരെ ക്ഷീണിതനായി ഈ മുറ്റത്ത് രാവിലെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നാൽ യാതൊരു ക്ഷീണവും കൂടാതെ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു. മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റിയായി വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്ന
അദ്ദേഹം, നമുക്കറിയാം, ഇതിൻ്റെ പുറത്ത് ഒരുപാട് കമാനങ്ങളൊക്കെ ഉയർത്തി വലിയ ഒരു പെരുന്നാൾ ആഘോഷമാക്കി ഇതിനെ മാറ്റുന്നതിന് വേണ്ടി ഒരു വലിയ പെരുന്നാളിന്റെ പ്രതീതി റോഡിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെയേറെ പണം മുടക്കി നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏവരുടെയും പേരിൽ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിനെ ഈ തീർത്ഥാടക സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി, മേടം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗം അവതരിപ്പിച്ച വന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, പ്രിയപ്പെട്ട മുൻ മാവേലിക്കര MLA M മുരളി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, ശ്രീ അഭിവന്യ തെയോഫിലോസ് തിരുമേനി, അത് പെട്ടെന്ന് വിട്ടുപോകുന്നത് ഈ പ്രോഗ്രാം കടലാസിൽ അദ്ദേഹത്തിൻ്റെ പേര് അടിക്കാത്തത് കൊണ്ടാണെന്നും കൂടെ ക്ഷമ ചോദിക്കണം. പ്രിയപ്പെട്ട റോയി M മുത്തൂറ്റ്, തോമസ് ഉമ്മൻ അരികുപുറം, മിസ്റ്റർ AP മാത്യു, ശ്രീ BE യോഗന്നാൻ, ബഹുമാനപ്പെട്ട പരുമല സെമിനാരി മാനേജരെ ഔഗേന്ദ്രൻ ബാച്ചൻ, മറ്റ് അധ്യക്ഷ വേദിയിൽ വീഴ്ചയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനരായ കോർപ്പിസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പരുമല തിരുമേനിയുടെ 111ാമത്തെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായി നാം ഇവിടെ ആചരിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിനെ കുറിച്ച് അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ജീവിത വിശുദ്ധി കൊണ്ട് ഭൗതികതയെ തോൽപ്പിച്ച് മനുഷ്യ മനസ്സിൽ എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധ പിതാവിൻ്റെ പെരുന്നാളാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപ് അദ്ദേഹം ജീവിച്ച് നമ്മിൽ നിന്ന് സ്വർഗസന്നിധിയിലേക്ക് യാത്ര പോയിരിക്കുന്നു. ജീവിച്ച കാലഘട്ടങ്ങളിൽ തിരുമേനി അനുഗ്രഹിച്ച സമൂഹത്തെക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഓരോ ദിവസവും ഓരോ വർഷവും വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു ധാരണയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിശ്വാസികൾ ഇവിടെ കടന്നു വരുന്നത്? പ്രത്യേക പരസ്യ പ്രസ്താവനകളൊന്നും കൂടാതെയാണ് ഈ പെരുന്നാളിൽ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേയുള്ള ജനസഞ്ചയം ഇവിടെ കടന്നു വരുന്നത്. തീർച്ചയായും ഈ കടന്നുവരവ് മുഖാന്തരമായി ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളുടെ തിരിച്ചറിവിൽ അവർ ആ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരും ഈ വഴിയിലൂടെ കടന്നു വന്ന് ഈ അനുഗ്രഹം വാങ്ങിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയാണ്. കേരളത്തിനകത്ത് മാത്രമല്ല പരിശുദ്ധ പരുമല തിരുമേനിയുടെ സാന്നിധ്യ ബോധമുള്ളത്. കേരളത്തിന് പുറത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമൊക്കെ തിരുമേനി സുപ്രസിദ്ധനാണ്. ഒരാഴ്ച മുൻപാണ് ന്യൂഡൽഹിയിലെ ജനക്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ചില ശുശ്രൂഷകൾ നടത്താൻ തക്കവണ്ണം ഞാൻ പോയത്.
കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമുള്ള ആ ഇടവകയിൽ രാവിലെ ആരാധനയോടനുബന്ധിച്ച് തന്നെ 10,000-ൽ തൊട്ട് താഴെയുള്ള ജനസഞ്ചയം അവിടെ ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിന് അടുത്തുള്ളത് ആര്യ സമാജത്തിന്റെ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ സിഖ് സമുദായത്തിന്റെ ഒരു ക്ഷേത്രവും ബുദ്ധ മതത്തിന്റെ ആരാധനാ കേന്ദ്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ആരാധനാ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട പൂജാരികൾ ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ദേവാലയത്തിൽ നടത്തുന്ന ശുശ്രൂഷകൾക്ക് നൽകുന്ന അകമ്പടിയും അതുപോലെ പിന്തുണയും കണ്ടപ്പോൾ എനിക്ക് മഹാത്ഭുതമായിട്ടാണ് തോന്നിയത്. അവിടെ വരുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുള്ളത് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. പരിശുദ്ധന്മാർക്ക് ഒരിക്കലും വേലിക്കെട്ടില്ല. ഇന്നിടത്തെ ആകാവൂ, ഇന്നവരെ വരാവൂ എന്ന് അവരൊരിക്കലും ചിന്തിക്കുകയോ കരുതുകയോ ചെയ്യുന്നില്ല. വേലിക്കെട്ടുകളെല്ലാം ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കേട്ട ഒരു സംഭവം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം രാവിലെ അവിടുത്തെ വികാരി അച്ഛൻ്റെ അടുത്ത് ആ ഹിന്ദി മാത്രം സംസാരിക്കുന്ന വളരെ സാമ്പത്തികമായി താഴെ തട്ടി നിൽക്കുന്ന ഒരു കുടുംബം, ഒരു പിതാവും മാതാവും ഒരു കൈക്കുഞ്ഞിനെ ഏന്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കാണണമെന്ന് ദേവാലയത്തിലേക്ക് പറഞ്ഞ് കടന്നു വരികയാണ്. അപ്പോഴവിടെ സ്കൂളിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് അച്ഛന്റെ പുത്രൻ പറഞ്ഞു, അച്ഛനെ കാണാൻ, അപ്പയെ കാണാൻ ആരോ താഴെ വന്നിട്ടുണ്ട്. അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു. ഈ അഡ്മിഷന്റെ സമയത്ത് കൂടുതൽ ശുപാർശയുമായിട്ട് ആരെങ്കിലും വരുന്നവരെ നീ എന്തിനാണ് എന്നെ കാണാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്ന് പുത്രനോട് അച്ഛൻ ദേഷ്യപ്പെട്ടെങ്കിലും വാതിൽ തുറന്ന് അച്ഛൻ അവിടെ ചെന്നപ്പോൾ ഈ കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ആ മാതാവും പിതാവും അച്ഛനോട് പറഞ്ഞൊരു വാചകം എന്നെ കൊരിത്തരിപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛ, ഈ കുഞ്ഞെ ഈ ദേവാലയത്തിന്റെ പരിശുദ്ധൻ ഞങ്ങൾക്ക് തന്നതാണ്. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് പേരിട്ട് തരണം. മാമോദീസ എന്ന് പറയാനോ മറ്റൊന്നും പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ഈ കുഞ്ഞി ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊടിക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് ആ മാതാവും പിതാവും അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കോരിത്തരിച്ചു. അവരാരാണെന്ന് പോലും അച്ഛൻ അറിയാൻ പാടില്ല. അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 10-12 വർഷമായി ഒരു കുഞ്ഞിക്കാലി കാണുവാനായിട്ട് ഞങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനത് അറിയാൻ പാടില്ല. അതിന്റെ ഫലമാണ് ഈ കുഞ്ഞെന്ന് പറഞ്ഞ് അച്ഛന്റെ മുൻപാകെ ആ കുഞ്ഞിനെ സമർപ്പിച്ചു കഴിഞ്ഞ് അച്ഛൻ ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ഒരു പേരിട്ട് അവരോട് പറഞ്ഞു, ഈ മതത്തിലൊന്നും ചേരുന്നത് ആവശ്യമില്ല. ഇവിടുത്തെ പരിശുദ്ധൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വര ഭക്തിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുത്താൽ മതി എന്ന് പറഞ്ഞ് അവരുടേതായ നിലയിലുള്ള ഒരു പേര് നൽകി ആ മാതാവിനെയും പിതാവിനെയും പറഞ്ഞയച്ചു എന്ന് അവിടുത്തെ വികാരി അച്ഛൻ എന്നെ അറിയിച്ചപ്പോൾ എനിക്കത് വളരെയേറെ ഒരു പൊരിത്തെരിപ്പാണ് ഉണ്ടായത്. പരിശുദ്ധ പരിമല തിരുമേനി അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് ഇന്ന ആൾക്കാണ്, ഇന്ന മതത്തിൽപ്പെട്ടവർക്കാണ് എന്നൊന്നും യാതൊരു നിബന്ധനയും ഇല്ലെന്നുള്ള കാര്യം ഇവിടെയും അനേകർക്ക് ഇതുപോലെ പറയാൻ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിമല തിരുമേനി എത്രമാത്രം വിശുദ്ധനാണ്, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്ന ജനസഞ്ചയം, ജനവിഭാഗം, സമൂഹമാണ് ഇവിടെ കടന്നു വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. പൗരസ്ത്യ ദർശനത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് വളരെ പൗരാണികമായ ഒരു ആശയമാണ്. നാം സഭയുടെ ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ ഇസഡും ഭാഗമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഭാഗം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പോർച്ചുഗീസ് ഗവൺമെന്റ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ
മലങ്കരയിൽ നിന്ന് 2 തീർത്ഥാടകർ മൈലാപ്പൂരിലേക്ക് കാൽനട യാത്രയായി പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് മലങ്കര സഭയെ ശുശ്രൂഷിക്കാൻ കടന്നു വന്നിട്ടുള്ള ഒരു വിദേശ മേൽപ്പട്ടക്കാരൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആ വിവരം അവരെ തിരിച്ചു വന്ന് ഇവിടെയുള്ള മലങ്കര നസ്രാണികളോട് ഓർപ്പിച്ചപ്പോൾ അവര് വളരെയധികം വെപ്രാളപ്പെട്ട് ആ തടവിൽ നിന്ന് ആ മേൽപ്പട്ടക്കാരനെ സംരക്ഷിക്കാൻ തക്കവണ്ണമുള്ള നിലപാടുകൾ എടുക്കുകയാണ്. അപ്പോഴേക്കും അവർ മൈലാപ്പൂരിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നുവെന്നും കൊച്ചി കായലിൽ അദ്ദേഹത്തെ കെട്ടിത്താഴ്ത്തി എന്നുമാണ് മലങ്കര സഭയുടെ മക്കൾ വിശ്വസിക്കുന്നത്. അകത്തള്ള ബാവ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മേൽപ്പട്ടക്കാരനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതായ പരാമർശം. ഞാൻ പറഞ്ഞത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലങ്കരയിൽ നിന്ന് മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്രങ്ങളിലായി ഹൈന്ദവ സഹോദരങ്ങളുടെ രീതിയിലും തീർത്ഥാടനമുണ്ട്. പുണ്യക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടകൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ അധ്വാനിച്ച് ആ ഏതെങ്കിലും ഒരു പുണ്യാത്മാവിന്റെ നാമം മനസ്സിലുച്ചരിച്ചുകൊണ്ട് അവരെ അങ്ങ് പോകുകയാണ്. എനിക്കറിയാം, ഈ പരിമലപ്പള്ളി പെരുന്നാളിലേക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കവടത്തിലേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നും നടന്നു വരുന്ന തീർത്ഥാടകരുണ്ട്. 1-2 വർഷം അവരെ കുന്നംകുളത്ത് വെച്ച് എനിക്ക് സൽക്കരിക്കുവാനായിട്ട് സൗകര്യമുണ്ടായി. അവരെ അന്ന് രാത്രി 12 മണിക്ക് കുറച്ച് ആളുകൾ അവിടെയുള്ള റോഡ് വക്കിലുള്ള ഒരു ദേവാലയത്തിൽ കയറി അന്തി ഉറങ്ങുവാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആ പള്ളിയോട് അടുത്ത് താമസിച്ചിരുന്ന ചിലർ പറഞ്ഞു, അരമനയിലേക്ക് പോയാൽ സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് എന്നെ ടെലിഫോൺ ചെയ്തു. എനിക്ക് ആദ്യം അവരെ കണ്ടപ്പോൾ അല്പം ഭയം തോന്നി. കാരണം ഒരു തീർത്ഥാടകരാണോ അതോ തീർത്ഥാടകരെന്ന് പറഞ്ഞു വരുന്നവരാണോ? അവരുടെ കൈകളിൽ മറ്റെഴുത്തും ഒന്നുമില്ല. പിന്നീട് ഞാൻ അവരെ അവിടെ താമസിപ്പിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർ പറഞ്ഞ വൈദികനുമായി സംസാരിച്ച് അന്ന് അവിടെ അവരെ സൽക്കരിക്കാനും താമസിപ്പിക്കുവാനും സൗകര്യമുണ്ടായി. എനിക്ക് അത്ഭുതം തോന്നി. അവരെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കാൽനടയായി ആഴ്ചകളായി നടക്കുകയാണ്. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഈ തീർത്ഥാടനത്തിൽ ഞാൻ കേട്ടു, ചെരുപ്പുകളില്ലാതെ അങ്ങ് മൈലുകൾ താണ്ടി നടന്നു വരുന്ന ഏതാനും തീർത്ഥാടകരെ ഇവിടെ കടന്നു വരുന്നുവെന്ന്. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ, പുണ്യാത്മാക്കളുടെ കബറിടത്തിലേക്ക് അധ്വാനിച്ച് ക്ഷീണിച്ച് ആ പുണ്യാത്മാവിന്റെ നാമം മനസ്സിൽ ധ്യാനിച്ച് കടന്നു വരുന്നത് മുഖാന്തരമായിട്ട് ലഭിക്കുന്ന ചില അദൃശ്യമായ അസാധ്യമാണെന്ന് വിചാരിക്കുന്ന ചില സാധ്യതകൾ ഇവർക്കൊക്കെ ലഭിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ ആരും ഇപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുത്ത് കടന്നു വരികയില്ലല്ലോ. ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ 2 ദിവസം നാം ഇവിടെ ചെലവഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള മണൽത്തരികൾക്ക് പോലും കഥകൾ പറയാനുണ്ട്. ആ കഥകൾ പരിമല തിരുമേനിയെ കുറിച്ചുള്ള കഥകൾ കൂടിയായിരിക്കും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ് പരിശുദ്ധമായി തീർന്ന ഒരു പുരയിടമാണ് ഇവിടെ എന്നുള്ളതും നമുക്കറിയാം. പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ താമസം തുടങ്ങുന്നതിന് മുൻപ് പരിശുദ്ധ പുലിക്കോട്ട് തിരുമേനിയാണ് പരിശുദ്ധ പരിമല തിരുമേനിയെ അദ്ദേഹം റബ്ബാനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അന്ന് ഈ പ്രദേശത്തെ കുറിച്ചുള്ള സാധാരണക്കാരുടെ ഭയം ഞാൻ പറയേണ്ടതില്ലല്ലോ. വരയന്നാർക്കാവിലെ യക്ഷിയുടെ ഭരണസീമയിൽപ്പെട്ട ഒരു സ്ഥലമാണെന്നുള്ള വിശ്വാസം ആ കാലഘട്ടത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നു. യക്ഷിയുടെ വിളയാട്ടമുള്ളൊരിടത്ത് ഒരു താപസൻ, ഒരു ഋഷീശ്വരനായ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അന്ന് എത്രമാത്രം ഒരു 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 ഭയാനകമായ ഒരു ചിത്രമായിരിക്കും
സാധാരണക്കാരൻ മനസ്സിലുണ്ടാവുക. തീർച്ചയായും ഇവിടെ പിന്നീട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം മൂലം, പ്രാർത്ഥന മൂലം ഈ പ്രദേശം മുഴുവനും അത് വളരെ വിശുദ്ധമായി ഉയർത്തപ്പെടുകയാണ്. പരിമല തിരുമേനി എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. മാർ ഗ്രിഗോറിയസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് എന്നോ അങ്ങനെയുള്ള ഔദ്യോഗിക നാമമൊന്നുമല്ല സാധാരണക്കാരൻ പറയുന്നത്. പരിമല തിരുമേനി ആ ദേശത്തിന്റെ പേരിനാലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ആരെല്ലാം താമസിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ആ ദേശത്തിന്റെ ഒരു ഒരു വലിയ നാമം ഉച്ചരിക്കുന്നത് എല്ലാ ദേശങ്ങൾക്കും അതീതമായുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി ഈ പരിശുദ്ധ പിതാവ് സ്വീകരിച്ചു എന്നുള്ളതാണ് ദേശത്തിന്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു പിതാവിന്റെ പേര് തന്നെ എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ തീർത്ഥാടക സംഗമം അതിവിടെ പൂർത്തീകരിക്കാൻ പോകുന്നു. നമുക്ക് ഇവിടെ നിന്ന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ആർജിച്ച് സമാഹരിച്ച് നാം തിരിച്ചു പോകുമ്പോൾ ഈ വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം കൂടുതൽ നമ്മുടെ മനസ്സിൽ വളരെയധികം നിലനിൽക്കട്ടെ. അത് മുഖാന്തരമായിട്ട് ലോകത്തിന് വെളിച്ചം നൽകാൻ തക്കവണ്ണമുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥാടന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയോടുള്ള നിരന്തര അപേക്ഷകളാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോട് വളരെയധികം നന്ദിയുണ്ട്. ഈ തീർത്ഥാടക സംഗമത്തിന് ആശംസകൾ അർപ്പിക്കുവാൻ മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്ത ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ക്രിസ്മോസ് തിരുമേനി, മലബാർ ഭദ്രാസനത്തിൻ്റെ അഭിനന്ദനായ തിരുവനന്തപുരം തിരുമേനി, ജനപ്രതിനിധികളെ, മുൻ ജനപ്രതിനിധികളെ, വേദിയിൽ പുരുഷരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, പരിമല കൗൺസിൽ അംഗങ്ങളെ, വിശ്വാസികളുടെ സമൂഹങ്ങളെ, ആത്മീയ ചൈതന്യത്തിൻ്റെയും വിശുദ്ധയുടെ സൂര്യശോഭയുടെയും പ്രതീകമായി കേരളക്കാരനെ ആകർഷിക്കുന്ന വർഷത്തെ പരിമലത്തിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തീർത്ഥാടക സംഗമത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകളാണ് പങ്കെടുക്കുന്നത്. മതസാങ്കേതിക താല്പര്യങ്ങൾക്ക് അപ്പുറമായി ജീവിത വിശുദ്ധി കൊണ്ട് ഒരു ജനതയെ എങ്ങനെ ഏകോപിപ്പിക്കാം എന്നൊരു ഉത്തമ ഉദാഹരണമാണ് പരിമലത്തിൻ്റെ ജീവിതവും ദർശനവും. നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള പരിമലയിലെ ആത്മീയ ചൈതന്യത്തിനും വിശ്വാസ സംഗമത്തിനും സാംസ്കാരിക കേരള ചരിത്രത്തിൽ മാറ്റി നിർത്താൻ കഴിയുന്ന സ്ഥാനമാണ് ഉള്ളത്. എന്നാൽ മറ്റ് ചില തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുവാൻ നടത്തുന്ന ശ്രമങ്ങളെ പകുതി പോലും പരിമിതിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് ദുഃഖകരമായൊരവസ്ഥയാണ്. ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യ സമരാഹ്വാനത്തിന് മുമ്പായി തന്നെ 204 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന 1857 204 വർഷം മുമ്പ് തന്നെ സ്വതന്ത്രവും സതീശമായ ഒരു ഭാരതീയ സമയത്തിൻ്റെ സ്വപ്നം കാണുകയും പോരാട്ടം നടത്തുകയും വിജയിക്കുകയും ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃകങ്ങൾക്ക് പിന്തുണ നൽകാൻ ഭാരതീയ സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് ദുഃഖകരമാണ്. കൊളോണിയൽ അധിനിവേശങ്ങളെ പറ്റി വിലപിക്കുന്നവർ തന്നെ ഉയർത്തിക്കാട്ടുന്നതും രാഷ്ട്രീയ ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും സഹായിക്കുന്നതും കൊളോണിയൽ ശക്തികളുടെ കീഴിലുള്ള ആത്മീയ ശക്തികളെ തന്നെയാണ്. ഇതാണ് നാം അഭിമുഖീകരിക്കുന്ന കടുത്ത വൈരുദ്ധ്യവും നിരാശയും. പരിശുദ്ധനായ പരിമലത്തിൻ്റെ ഉയർത്തിപ്പിടിച്ച സാമൂഹിക നവോത്ഥാന ചിന്തകൾ കേരളീയ സമൂഹം ഇനിയും ശ്രദ്ധിച്ചിട്ടില്ല. കേരളം നവോത്ഥാന നായകനെന്ന് വാഴ്ത്തിപ്പാടുന്ന മഹത്വ്യക്തികളുടെ സംഭാവനകളെ വിലയിരുത്തുമ്പോൾ അതിനേക്കാളിലും ഒട്ടും ചെറുതല്ലാത്ത നവോത്ഥാന കാഴ്ചപ്പാടുകളാണ്
പരിമലത്തിന് പങ്കുവച്ചതും പ്രാവർത്തികമാക്കിയതും വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഉന്നതമായ കാഴ്ചപ്പാടുകളും ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള കർക്കശമായ നിലപാടുകളും തിരുമേനിയുടെ നവോത്ഥാന നായകത്വത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പരിമല തിരുമേനിയുടെ ജീവിതവും ദർശനവും കാലഘട്ടത്തിനനുസരിച്ച് പുനർവായന നടത്തി പ്രചരിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമനച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ അടുത്ത കാലത്ത് ജനക്കുരി പള്ളിയിൽ പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു മെത്രാപ്പൊലീത്തായതിനു ശേഷം ആദ്യമായി ജനക്കുരി പള്ളിയിൽ പെരുന്നാൾ നടത്താൻ പോയ അവസരത്തിൽ ഉണ്ടായ അനുഭവം ആ അവസരത്തിൽ എൻ്റെ മനസ്സിൽ കടന്നു വരികയുണ്ടായി. ഇതുപോലെ തന്നെ ഒരു സർദാറി സ്ത്രീ ഞാനവിടെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിമലത്തിന് വേണ്ട ഫോട്ടോയുടെ മുമ്പിൽ അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. നടക്കുന്ന കുഞ്ഞ്, ഒരാൺകുഞ്ഞ്. എന്നെ കണ്ടപ്പോൾ അവർ ഹിന്ദിയിൽ പറയാണ്, പരിമലത്തിൻ്റെ ഫോട്ടോയിലെ കൈ വെട്ടുകൊണ്ടുള്ളത് മുന്നോനെ ബെശാക്കോ ഹംകോ ദേദിയ, ഇദ്ദേഹമാണ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നതെന്ന് ഒരു സർദാർ സ്ത്രീ എന്നോട് ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കും എൻ്റേതായ ചില അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർമ്മിക്കുവാനായിരുന്നു. ഗുജറാത്തിലുള്ള എൻ്റെ പ്രധാനപ്പെട്ട സ്കൂളിൽ KG ക്ലാസ്സിൽ ഒരു അധ്യാപക ഉണ്ടായിരുന്നു, അനുരാധ ശർമ്മ എന്ന് പറയുന്ന ഒരു പഞ്ചാബി സ്ത്രീ. അവർക്ക് ഒരു മകനെ ഉള്ളൂ, റവീൻ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ. അവൻ ബറോഡയിലുള്ള ഏറ്റവും നല്ല ഒരു സ്കൂളിൽ CBSE സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബ്ലഡ് ക്യാൻസർ വന്നു. IPSലേക്ക് ആ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ കൊണ്ട് ചികിത്സിക്കുന്നതിനും പണം കമ്പനി കൊടുക്കും. ഇവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോയി ചികിത്സ കഴിഞ്ഞു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ബോംബെ ജസ്ലോ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാൻ പറഞ്ഞു. അവർ ഡൽഹിയിൽ നിന്ന് ബറോഡയിൽ വന്നു. അടുത്ത ദിവസം അവർ ബോംബെക്ക് പോവുക. ഈ വേറൊരു സ്കൂൾ അതേ സമയത്ത് ഞങ്ങളുടെ അധ്യാപകർ മുഴുവൻ അന്ന് ഞാൻ മെത്രാപ്പൊലീത്തായി തിരഞ്ഞെടുത്ത് റംബാച്ചനായിരിക്കുന്ന അവസരം അധ്യാപകർ പോയ കൂട്ടത്തിൽ ഞാനും ആ വീട്ടിൽ കടന്നിരുന്നു റംബാച്ചനായിട്ട്. ഈ കുട്ടി ഒരു സോഫയുടെ കിടക്കുന്നു. അധ്യാപകരെല്ലാം നിൽക്കൊണ്ട് വീട്ടിലെ കുടുംബനാഥനും കുടുംബനായകയും ഞങ്ങളുടെ ടീച്ചറൊക്കെ അവിടെ ഉണ്ട്. ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചോദിച്ചു, ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം? ആ അപ്പൻ്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞു വന്ന് ഫാദർ യു പ്രേ ഫോർ അവർ ചൈൽഡ്. ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ തിരുവേണി ഈ കുഞ്ഞിന് സൗഖ്യം നൽകണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരികെ പോകുന്നു. ആ കുട്ടിയെ കൊണ്ട് ജസ്രോപിച്ചെന്ന് പറഞ്ഞു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പറഞ്ഞതിൽ കൂടി ഞങ്ങൾ ചെയ്യാനില്ല, നിങ്ങൾ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. എന്തിനു പറയുന്നു, ആ കുഞ്ഞിന് പരിപൂർണമായി സൗഖ്യം ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ CBSE സ്കൂളിൽ ആ കുട്ടിയെ കൊണ്ട് എൻ്റെ സ്കൂളിനോട് ചേർത്തു. എൻ്റെ സ്കൂളിൽ നിന്ന് 12ാം ക്ലാസ് പാസ്സായി ഇപ്പോൾ ഒരു എഞ്ചിനീയറായിട്ട് ബറോഡയിൽ പ്രവർത്തിക്കുന്നു, ബോംബെയിൽ പ്രവർത്തിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് കടന്നു വന്നു. രാവിലത്തെ ബറോഡ ബൈക്കിൽ ഞാൻ നടന്നു വരുന്ന സമയത്ത് കുറയുന്ന ഒരാൾ വിളിക്കുന്നു, ഫാദർ. ഞാനത് എന്നെ തന്നെ ആയിരിക്കുമെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പൈൻ ഓടി വന്നിട്ട് കാലത്തൊട്ടിട്ട് റവീൻ ശർമ്മ ഞാൻ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയുണ്ടായി. ഇന്നൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് അവർ പ്രവർത്തിക്കുന്നു. പരിമലത്തിന് വേണ്ട മധ്യസ്ഥയാണ്, അവർ സൗഖ്യം നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ അനേക ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്ന ജനങ്ങളുടെ ഭാഗ്യം തന്നെ പരിമലത്തിന് വേണ്ട പരിശുദ്ധിയെ വിളിച്ചറിയിക്കുന്ന ഒന്നാണ് എന്നുള്ളത് തർക്കമൊന്നുമില്ല. മലങ്കര ഓർത്തഡോക്സയുടെ ആത്മീയ പൈതൃകത്തിൽ ലഭിച്ച പുണ്യവരദാനാണ് പരിമല തിരുമേനി. ഈ വിശുദ്ധിയുടെ പ്രഭാപൂരം ഈ തലമുറയിലും ഒളിവങ്ങാതെ കാത്തു സൂക്ഷിക്കുവാൻ ഈ തീർത്ഥാടന സംഗമത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഈ പുണ്യ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട അഭിവന്യ മെത്രാപ്പോലീത്ത തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിക്ക് നന്ദി അറിയിക്കുന്നു. ക്രിസോസ്റ്റം തിരുമേനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായല്ലോ. അവിടെ പണിയുന്ന ഒരു വീടിന് 3.5 ലക്ഷം രൂപയാണെന്ന് തിരുമേനി എന്നോട് പറയുകയുണ്ടായി. ബറോഡയിലുള്ള എൻ്റെ സ്കൂളുകളുടെ പേരിൽ ഒരു വീടിനുള്ള പണം കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം.
ആശംസാ പ്രസംഗത്തിനായി മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ സഖറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയെ സവിനയം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ തിരുമേനി മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി, മരണം ഭദ്രാസനാധിപനും ഈ സംഗമത്തിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന ക്രിസ്മസ് തിരുമേനി, സാന്നിധ്യം കൊണ്ട് ഈ സ്റ്റേജിനെ അനുഗ്രഹിക്കുന്ന ജനപ്രതിനിധികളെ, പരിമല കൗൺസിൽ അംഗങ്ങളെ, സഭയുടെ ട്രസ്റ്റിമാരെ, സെക്രട്ടറിമാരെ, എല്ലാവരും വൈദിക ശ്രേഷ്ഠരെ, കർത്താവിയ വിശ്വാസികളെ, ഈ തീർത്ഥാടന സംഗമം അവസാനിക്കുന്ന അവസരത്തിൽ നാം കടന്നു വന്നിരിക്കുന്ന പുണ്യഭൂമി മലങ്കര സഭയുടെ യെരൂശലേമാണ്. മലങ്കര സഭയുടെ യെരൂശലേമാകുന്ന പരിമലയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പരിമല തിരുമേനിക്കൊരു ദർശനമുണ്ടായിരുന്നു. യെരൂശലേം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, 5000 അല്ല 50,000 രൂപ മുടക്കുകയാണെങ്കിലും വിശ്വാസികളെല്ലാം യെരൂശലേമിലേക്ക് പോകണമെന്നാണ്. എന്നാൽ മറുവശത്ത് എങ്ങനെ പോകണമെന്നുള്ളതിനെ കുറിച്ച് തിരുമേനി പറയുന്നുണ്ട്. തിരുമേനി ആദരിച്ചൊരു പുണ്യപുരുഷനായിരുന്നു. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരുവനായ നൈസായിലെ മാർ ഗ്രിഗോറിയോസ്. AD 380 ഇന്ന് സഭയില്ല, അന്ന് സഭയുണ്ടായിരുന്നു അറേബ്യയിലെ സഭയെ സന്ദർശിച്ച് വേണ്ട നേതൃത്വം കൊടുത്ത് മടങ്ങി വരുമ്പോൾ യെരൂശലേമും അവിടെയുള്ള മറ്റ് പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വിശുദ്ധിയില്ലായ്മയും തീർത്ഥാടകരായി കടന്നു വരുന്നവരുടെ ദുഷ്കൃത്യങ്ങളും കണ്ടുകൊണ്ട് മനം നൊന്നുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. തിരുമേനി എടുത്തു പറയുവാൻ കാരണം, പുണ്യഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുണ്യഭൂമിയാക്കി തീർക്കുവാൻ സാധിക്കുന്ന 2 ശക്തികളാണ്. അവിടെയുള്ളവരുടെ വിശുദ്ധിയും കടന്നു വരുന്നവരുടെ വിശുദ്ധിയും. അവിടെയുള്ളവർ വിശുദ്ധരല്ല എങ്കിലും വിശുദ്ധിയോടടുത്ത് വരുമ്പോഴുള്ളതായ പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകും. കടന്നു വരുന്നവർ വിശുദ്ധി പ്രാപിക്കുവാനാണെന്നുള്ള ചിന്തയോടുകൂടെ കടന്നു വരുന്നില്ല എങ്കിൽ നൈസായിലെ മാർ ഗ്രിഗോറിയോസ് പറയുന്നുണ്ട് അവരെ കുറിച്ച്, നിങ്ങളെത്ര തീർത്ഥാടനം നടത്തിയാലും പ്രയോജനമില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് നന്നായി ജീവിക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദം. നിങ്ങൾക്ക് തീർത്ഥാടനം പറ്റിയതല്ല എന്ന് ലേഖനത്തിലൂടെ നൈസായിലെ മാർ ഗ്രിഗോറിയോസ് ഓർപ്പിക്കുന്നത് പരിമല തിരുമേനി തൻ്റെ പരിമലത്തിനുമേയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ സൗമ്യ ചന്ദനപ്പള്ളി എഴുതിയ സഭാപിതാക്കന്മാരിൽ പരിമല തിരുമേനിയെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് കൊടുത്തിരിക്കുന്ന ആശയങ്ങളാണിത്. ഈ പരിമല മലങ്കര സഭയുടെ യെരൂശലേമാണെങ്കിൽ ഇവിടെയുള്ളവരും ഇവിടെ ചുറ്റുമുള്ളവരുടെയും വിശുദ്ധി ഇതിനാവശ്യമാണ്. മാത്രമല്ല കടന്നു വരുന്നവരുടെ വിശുദ്ധിയും ആവശ്യമാണ്. വിശുദ്ധി തീ പോലെയാണ്. തിന്മയായിട്ടുള്ളതിനെ എല്ലാം നശിപ്പിക്കും, നന്മയായിട്ടുള്ളതിനെ കൂടുതൽ വളർത്തുകയും ചെയ്യും. തിന്മയെ നശിപ്പിച്ച് നന്മയെ വളർത്തുവാനായി ഈ മലങ്കര സഭയുടെ യെരൂശലേമാവുന്ന പരിമലയിൽ നിന്ന് തീർത്ഥാടകരായി തന്നെ മടങ്ങിപ്പോകണമേ. ഇവിടുന്ന് പ്രാപിച്ച അനുഗ്രഹം ലോകത്തെ അനുഗ്രഹിക്കുന്ന വിശുദ്ധന്മാരായ ശുദ്ധിമതികളായി നമ്മെ ഉയർത്തുവാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവിടുന്ന് മടങ്ങണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചു എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ ബാബ തിരുമേനിയോടും
രോഗത്തിൻ്റെ അവസരത്തിൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജ് ഏതാണ്ട് ഇത് സ്പ്രെഡ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ അവസരത്തിൽ ഏതാനും യുവാക്കൾ ഈ കബറിൽ കടന്നു വന്നു. രാത്രിയിൽ 12 മണിയായി കബറിൻ്റെ ഗ്രില്ല് തുറക്കത്തില്ല. അവരതിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതിലൊരു യുവാവ് കണ്ടൊരു ഇത് ഒരു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുക. ആ മെഴുകുതിരി ഏതവസരത്തിൽ വേണമെങ്കിലും കെട്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കെട്ടടങ്ങുന്നതായ ആ തിരിയുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളിക്കത്തുവാനായി തുടങ്ങി. തിരുമേനിയുടെ ഖബറിന്റെ മുമ്പിൽ കണ്ണുനീരോടുള്ള പ്രാർത്ഥിച്ചതായ യുവാക്കൾ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞാണ് അവരെന്നെ അറിയിക്കുന്നത്. അനേകായിരം ആളുകളുടെ കണ്ണുനീർ ഒരുപക്ഷെ ഇതിന് ചുറ്റുമുള്ളതായ പമ്പാ നദിയിലെ വെള്ളത്തേക്കാൾ കൂടുതൽ കണ്ണുനീരൊഴുകുന്നതായ ഒരു പുണ്യഭൂമി കൂടെയാണിത്. ഇവിടെ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാൻ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ലഭിച്ച കുഞ്ഞായതുകൊണ്ട് അതിനെ ഇവിടെ മാമോദിസ മുക്കുന്നത്. വിവാഹം നടക്കാത്തവരുടെ പലരുണ്ടോ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അനുഗ്രഹമായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആവശ്യപ്പെടുന്നവന്റെ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുനീരിന്റെ വിലയറിഞ്ഞുകൊണ്ട് ഇന്ന് എന്നും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പുണ്യപ്രാപം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മളും പ്രാർത്ഥനയായി തീരുക. ഞാൻ രോഗിയായിരുന്നപ്പോൾ ഇൽനസ്സായിരുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഇൽനസിനെ വെൽനസ്സാക്കി തീർക്കുവാൻ സാധിച്ചുവെങ്കിൽ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ലോകത്തിൻ്റെ രോഗത്തെ അകറ്റി ഈ ലോകത്തെ സുന്ദരമാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും തീർത്ഥാടകരായി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം. ദൈവം നമ്മളെ ശക്തിയിരിക്കട്ടെ. ദൈവമായ കർത്താവേ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഓരോ തീർത്ഥാടകരും തികഞ്ഞ വിശുദ്ധിയോടെ വേണം ഈ ദേവാലയ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച അഭിവന്യ സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ MLA ശ്രീ PC വിശ്വനാഥ് അവർകളെ ഇപ്പോൾ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദനും സഹോദരനുമായ വിശുദ്ധ സെല്യൂസ് ഭക്തമാ പൗലോസ്തീൻ അഭിനന്ദനായ തോമസ് പാർത്തനാസ് പുത്രപുരത്ത തിരുമേനി, അഭിനന്ദനായ ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമസ് പുത്രപുരത്ത തിരുമേനി, അഭിനന്ദ സക്കറിയാസ് മാർ തെയോഫിലോസ് പുത്രപുരത്ത തിരുമേനി, ബഹുമാന്യനായ ശ്രീ MG ജോർജ് മുത്തൂറ്റ്, ശ്രീ M മുരളി MLA, ശ്രീ റോയി M മുത്തൂറ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, ശ്രീ അനി വർഗീസ്, തങ്കമണി നാണപ്പൻ, ശ്രീ ജേക്കബ് തോമസ് അരിപുരം, MP മാത്യു, പി യോഹന്നാൻ, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, മാനേജർ വാസൻ അടക്കമുള്ള ഏറ്റവും ബഹുമാന്യരെ, ഈ ധന്യമായ വേദിയിൽ നിൽക്കാനുള്ള അവസരം തന്ന ദൈവത്തിനും പരിശുദ്ധ പരിമല തിരുമേനിക്കുമുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. ഞാൻ അല്പം വൈകി വന്നത്, ഞാൻ വളരെ നേരത്തെ പുത്തങ്കാവ് നമ്മുടെ MG ജോർജ് മുത്തൂറ്റ് ഇങ്ങോട്ട് പോയപ്പോൾ ഞാൻ പുത്തങ്കാവ് പള്ളിയിലുണ്ട്. അവിടുത്തെ തീർത്ഥാടകർക്ക് ദേവാലയത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ നിൽക്കുകയായിരുന്നു. 3 മണിക്ക് ഇറങ്ങാം, 3:30 ഇവിടെ എത്തുമെന്ന് വിചാരിച്ചു. 3 മണിക്ക് ഇറങ്ങി. എനിക്ക് 12 പോലും എത്താൻ പറ്റിയില്ല. ജനലക്ഷങ്ങൾ ഭക്തിയുടെ നിറഞ്ഞ മനസ്സുമായി ഒഴുകി വരികയാണ്. ഞാൻ പിന്നെ ഇവിടെ നിന്നും ഒരു കുട്ടിയെ ബൈക്കിൽ അങ്ങോട്ട് അയച്ച് കാർ ഇനിയും ഒരു 3/4 മണിക്കൂർ കഴിയാതെ ഇവിടെ എത്തില്ല. ഞാൻ അതിൽ കയറി ഇങ്ങോട്ടിങ്ങനെ വരികയായിരുന്നു. എല്ലാ വർഷവും ഇവിടെ ഒഴുകിയെത്തുന്ന ലക്ഷങ്ങൾ പെരുകുകയാണ്. അഭിനന്ദ തിരുമേനി ഒഴുകി ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധമായ ഒരു മനസ്സുമായി വന്ന് കൂടുതൽ വിശുദ്ധരായി മടങ്ങിപ്പോകുന്ന
ജനലക്ഷങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ 2006 ഒരു തിരുവനന്തപുരത്തെ LLBക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വലിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത്. ആ തിരഞ്ഞെടുപ്പ് എനിക്ക് വലിയ അങ്കലാപ്പുണ്ടാക്കിയ ഒരു തിരഞ്ഞെടുപ്പ്. ഒന്നാമതൊരു വലിയ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന സമയവും പ്രായവുമല്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് കൗണ്ടിങ്ങിൻ്റെ സമയമായപ്പോഴാണ് ഇന്ത്യ ഭദ്രാപുരത്ത തിരുമേനിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായി. അപ്പോഴാണ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സണ്ണി പുഞ്ചമണ്ണിൽ എന്നോട് പറഞ്ഞു, കൗണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്ഥലത്ത് പോകണം, ഞാൻ രാവിലെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കൂട്ടി ഇവിടെ വന്നു മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൻ്റെ ആശങ്കയും ആകുലതയും എല്ലാം ഞാൻ അവിടെ തുടർന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് പോയത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഗ്രഹങ്ങളുടെ കേരള നിയമസഭയിൽ എത്തുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്തവണയും രണ്ടാമത് അവസരം കിട്ടിയപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വന്നിട്ടാണ്. പിന്നെ ഒരു സ്ഥലത്തും ചിലപ്പോൾ അന്ധവിശ്വാസമായിട്ട് തോന്നിയേക്കാം, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഒരു സ്ഥലത്തും കയറാതെ നേരെ കൗണ്ടിങ് സ്റ്റേഷനിൽ എത്തണം എന്ന ഒരു ചിന്തയോടുകൂടി ഇടയ്ക്ക് ആളുകൾ കൈ കാണിച്ചിട്ട് പോലും നിർത്താതെ ഇവിടെ നിന്ന് നേരെ പോയി കൗണ്ടിങ് സ്റ്റേഷനിൽ കയറുകയായി. വിശ്വാസമായി ധരിക്കാം, അന്ധവിശ്വാസമായി വ്യാഖ്യാനിക്കാം. എങ്കിലും ഞാൻ അതുകൊണ്ട് തന്നെ പരിമല തിരുമേനിയുടെ ഒരു വിശ്വാസിയാണ്. ഒരു വിശ്വാസിയുടെ മനസ്സോടുകൂടിയാണ് ഈ ആശംസാ പ്രസംഗത്തിൻ്റെ മണ്ഡപത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ്. ഇവിടെ വരുന്നവർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഈ തീർത്ഥാടക സംഗമ സമയത്തും അല്ലാതെയും വിശുദ്ധ പരിമല തിരുമേനിയുടെ മുമ്പിൽ വന്ന് അവരുടെ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങളുമെല്ലാം പങ്കുവച്ച് മടങ്ങിപ്പോകുന്ന ഒരു പുണ്യ തീർത്ഥാടനമായ കേന്ദ്രമായി ഇങ്ങനെ നമ്മുടെ ദേവാലയം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ തീർത്ഥാടനത്തിൻ്റെ വിശുദ്ധി, അതിൻ്റെ വലിപ്പമൊക്കെ വർദ്ധിച്ചു വരികയാണ്. വിശുദ്ധ പരിമല തിരുമേനിയുടെ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കൂടുതൽ വിശുദ്ധരായി മടങ്ങുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ തീർത്ഥാടന സംഗമത്തിന്, ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി മുൻ മാവേലിക്കര MLA ബഹുമാനപ്പെട്ട ശ്രീ M. മുരളി അവരെ ക്ഷണിക്കുന്നു. തോമസ് തിരുമേനി, അഭിനന്ദനായ ക്രിസ്റ്റോസ് തിരുമേനി, അഭിനന്ദനായ തിരുവോഫീസ് തിരുമേനി, നമ്മുടെ സഭാ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂർ, പ്രിയങ്കരനായ ശ്രീ PC വിഷ്ണുനാഥ് MLA, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, കേരള പാണിനി AR സ്മാരക സമിതിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ അനിൽ വർഗീസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ OEM മുത്തൂറ്റ്, കൗൺസിൽ അംഗങ്ങളായ ശ്രീ തോമസ് ഉമ്മൻ അരികുളം, ശ്രീ MP മാത്യു, ശ്രീ P. യോഹന്നാൻ, ഓർത്തഡോക്സ് സഭയുടെ യുവത്വത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും പ്രത്യേകമായ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് മേലയിൽ, പരിമല തീർത്ഥാടനത്തിന് കുറ്റമറ്റ നേതൃത്വം നൽകുന്ന ഇവിടെ കടന്നു വരുന്ന ഭക്ത ജനലക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ കർക്കശത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിമല സെമിനാരിയുടെ മാനേജർ കൂടിയായ റംബാച്ചൻ, അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനിമാരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. ഞാൻ 20 വർഷം ഒരു തൊട്ടപ്പുറത്തുള്ള
മാവേലിക്കര MLA ആയിരുന്നു എങ്കിലും ഇത്തരമൊരു തീർത്ഥാടന സമ്മേളനത്തിനോ ഔദ്യോഗികമായൊരു പരിപാടിക്കോ എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മണ്ഡലം പട്ടികജാതി മണ്ഡലമായി മാറിയ ശേഷം മറ്റൊരിടത്ത് ഞാൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. അതിനുശേഷം 2.5 വർഷം കഴിയുന്നു. ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പരിപാടി അല്ലാത്ത പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് മലകര സഭയുടെ പരമാധ്യക്ഷനായ കാതോലിക്ക ബാബ തിരുമലയുടെയും ഇവിടുത്തെ മറ്റ് സംഘാടകരുടെയും അനുഗ്രഹം കൊണ്ട്, അവർ നൽകിയ അനുഗ്രഹം കൊണ്ട് ഞാൻ രാഷ്ട്രീയമല്ലാത്ത ഒരു ചടങ്ങിന് എൻ്റെ ഇലക്ഷൻ പരാജയത്തിന് ശേഷം പങ്കെടുക്കുന്നത് ഇത് ഈ പരിപാല തീർത്ഥാടന മഹോത്സവത്തിനാണ് എന്ന് ഞാൻ പറയട്ടെ. അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. 2004 അമേരിക്കയുടെ പ്രാന്തപ്രദേശമായ ഒരു നവംബർ 1 അമേരിക്കയുടെ പ്രാന്തപ്രദേശമായ റോക്ക്ലൻഡ് യാർഡിൽ അഭിമന്യ മക്കാരിയോസ് തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ട് അഭിമന്യ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചൊരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ മതേതരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അത് മലയാളികളുടെ ഒരു സമ്മേളനമല്ലാതെ സഭാവിശ്വാസികളായ മലയാളികളും അന്ന് ന്യൂയോർക്കിനടുത്തുള്ള ആ ഗ്രാമപ്രദേശത്തെ സമ്മേളനത്തിന് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്കൻ ഐക്യനാടുകളുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിന് ഇംഗ്ലീഷിലാണ് എനിക്ക് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ വിഷയം പ്രസംഗിക്കാൻ അവസരമുണ്ടായത്. അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത് വിളിച്ചാൽ ഞാൻ ഇവിടുത്തെ തികഞ്ഞൊരു ഭക്തരാണ്, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിയായി തന്നെ പറയുകയാണ്. പക്ഷേ ഒരു തീർത്ഥാടന സംഗമത്തിൽ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ ഞാൻ ദൈവത്തോടും തിരുമേനിയോടും നന്ദി പറയുകയാണ്. ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറയാനേ ആഗ്രഹിക്കുന്നു. അതുപോലെ തിരുമേനി ഒരു താപസശ്രേഷ്ഠനായി, പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ തിരുമേനിയെ കുറിച്ച് എനിക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും തേടി പിടിച്ച് വായിക്കുക മാത്രമല്ല, ഞങ്ങളുടെ പുതിയകാല പള്ളിയുമായി ബന്ധപ്പെട്ട ഓർമ്മയുള്ള എല്ലാവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം പുതിയകാല ദേവാലയത്തിലും തിരുമേനി വന്ന് താമസിച്ചിട്ടുണ്ട്. അതുപോലെ തിരുമേനി അവിടെ വന്ന് താമസിച്ചു. ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ള ദാരിദ്ര്യം അനുഭവിച്ച ഒരു തിരുമേനിയായിരുന്നു പരിശുദ്ധ. ആ സമൂഹത്തിൽ അന്നത്തെ ആ സമൂഹത്തിന്റെ ഭാഗമായി അന്നത്തെ സമൂഹത്തിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള സമൂഹത്തിന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സന്യാസി വൈദ്യനായിരുന്നു പരിശുദ്ധ പരമേശ്വരൻ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ധീരമായൊരു വ്യക്തിത്വമായിരുന്നു. തിരുവിതാംകൂറിന്റെ കാലത്ത് അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. അദ്ദേഹം ദുർബലനായ ഒരു തിരുമേനിയായിരുന്നില്ല. തിരുവിതാംകൂറിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലും തിരുമേനി സജീവമായിട്ട് ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പടപൊരുതി എന്ന് മാത്രമല്ല, അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ വിമോചകനായി ആത്മീയ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഭൗതിക ജീവിതത്തെ ആത്മീയ ജീവിതം കൊണ്ട് മറികടക്കാൻ പരിശുദ്ധ പരമന തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിശുദ്ധനായി ഇന്ന് ലോകം വാഴ്ത്തപ്പെടുന്നത്. പരമന തീർത്ഥാടനം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 365 ദിവസവും ഇവിടെ തീർത്ഥാടനം നടക്കുകയാണ്.
എന്നോട് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നാൽ അവിടുത്തെ കോളേജിലെ അധ്യാപികയായ എൻ്റെ സഹധർമ്മണി നേരെ വേണമെങ്കിൽ ഇവിടെ വന്നല്ല 1 മണിക്കൂർ ഇരിക്കും. എന്നോട് പറയാറുണ്ട്, ഞാൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നു, എൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് മനപരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നാനാജാതി മനസ്ഥരായവർ അഭയം തേടുന്ന ഒരു പുണ്യ സങ്കേതമായി 365 ദിവസവും ജനപ്രവാഹമുള്ള, വിശ്വാസികളുടെ പ്രവാഹമുള്ള ഒരു പുണ്യ സങ്കേതമായി ഇത് മാറിയിരുന്നു. സത്യത്തിൽ 1-ാം തീയതി 2-ാം തീയതിയുമാണ് പണ്ടൊക്കെ ഇവിടോട്ട് തീർത്ഥാടനം. ഇപ്പോൾ അതല്ല, കൊടിയേറിയ ദിവസം മുതൽ സഭാ സെക്രട്ടറിയോട് പറഞ്ഞതുപോലെ കൊടിയേറിയ ദിവസം മുതൽ ഇവിടെ തീർത്ഥാടനമാണ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പുണ്യ ദിവസം തന്നെയാണ് 3 വർഷം മുമ്പ് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ധീരോദാത്തമായ നേതൃത്വം നൽകുന്ന കരുത്തിന്റെയും ശക്തിയുടെയും പ്രത്യേകമായ പരിശുദ്ധ കാതലിക്ക ബാവ തിരുമേനി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം. ഇന്നുച്ചയ്ക്ക് ഹൈക്കോടതിയിൽ ഉണ്ടായ ജഡ്ജി തന്നെ ആഘോഷിച്ച കാര്യം നടത്തിയ പരാമർശത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. നീതി എവിടെയാണോ, സത്യം എവിടെയാണോ അത് വിജയിക്കും എന്നുള്ള തരത്തിൽ ആർക്കും സംശയമല്ല. അതാണ് ലോകം, അതാണ് ദൈവത്തിൻ്റെ നിയമം. അതുകൊണ്ട് എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ ഓർത്തഡോക്സ് സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നാലും ഈ സഭയ്ക്കൊരു നേതൃത്വമുണ്ട്, കരുത്തുറ്റ ഒരു നേതൃത്വമുണ്ട്, ചാഞ്ചല്യമില്ലാത്തൊരു നേതൃത്വമുണ്ട്, ധീരോദാത്തമായ ഒരു നേതൃത്വമുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലമായി, കഴിഞ്ഞ 3 വർഷം മുമ്പുള്ള പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ദിവസം തന്നെ സഭയുടെ നടുനായകത്വം ഏറ്റെടുത്ത ഇന്നത്തെ കാതലിക്ക ബാബ തിരുമേനിയുടെ കീഴിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു ചാഞ്ചല്യവുമില്ലാതെ മുന്നോട്ട് പോകും. എല്ലാ അനീതികൾക്കുമെതിരെ വിജയം കൈവരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തീർത്ഥാടക ലക്ഷങ്ങൾ പരിമലയിലേക്ക് കടന്നു വന്ന് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം ഇവിടെ ഇറക്കി വെച്ച് ഇവിടുന്ന് മനപരിവർത്തനം നേടി, അനുഗ്രഹം നേടി, ആശ്വാസം നേടി മടങ്ങി പോകുമ്പോൾ ഈ പുണ്യസങ്കേതത്തിൻ്റെ ആത്മീയ ചൈതന്യമൊന്ന്, പക്ഷെ ഭൗതിക സൗകര്യങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഭാവിയിൽ ദീർഘവീക്ഷണത്തിനോടുള്ള ഒരു പരിപാടി തയ്യാറാക്കണം. സഭയുടെ ട്രസ്റ്റി ഇവിടെ വരാൻ 2 മണിക്കൂർ കാറിലെടുത്തു എന്ന് പറഞ്ഞു. വിഷ്ണുനാഥ് ഞാൻ എപ്പോഴും നേരിട്ട് നടക്കുന്ന സ്കൂട്ടറിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ പാണ്ടനാട്ടിൽ നിന്നും ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊരു പുതിയ വഴി കണ്ടുപിടിച്ചാണ് വരുന്നത്. ഞാൻ ഇന്ന് വെളുപ്പിന് ഗുരുവായൂരിലായിരുന്നു, ഒരു കല്യാണം ഉണ്ടാകുന്ന 7 മണിക്ക്. അതുകൊണ്ട് 5 മണിക്ക് പോയി അമ്പലത്തിൽ തൊഴുതു, 7 മണിക്ക് കല്യാണം കഴിഞ്ഞു. ഈ ബാബാതിരുമേനിയുള്ള സമ്മേളനമായതുകൊണ്ട് 8:30 ട്രെയിനിൽ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ടാണ്. ഇതിലേ വരാൻ പ്രയാസമാണ്. വാഹനത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. കാരണം കണ്ടടയായി കാറിൽ വരുമ്പോൾ നമ്മൾ കാറിൽ വരുന്നത് അന്യായമാണ്, അനീതിയാണ്. അതുകൊണ്ട് ഞാൻ തൊട്ടു പുറകിലുള്ള ആംബുലൻസ് പാലത്തിലൂടെയാണ് വന്നത്. ആംബുലൻസ് പാലം ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് മെലിഞ്ഞാണ്. അപ്പം തീർത്ഥാടകർക്ക് മടങ്ങിപ്പോകാൻ ഇങ്ങോട്ട് വരാൻ മെയിൻ റോഡിനെ ആശ്രയിക്കാതെ ഒരു പാലം പുറകിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ പാലം എനിക്ക് കണ്ടുപിടിക്കാനായത് ഇന്നാണ്. ഞാൻ അതുവഴിയാണ് വന്നത്, അതുവഴിയാണ് ഇന്ന് മാവേലിക്കരയ്ക്ക് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, തീർത്ഥാടകർക്ക് മറ്റ് സൗകര്യങ്ങൾ, പ്രാഥമിക സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കാൻ പരിമല സെമിനാരിയും സഭയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യ സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സഭയെ മുൻകരുതൽ പോയിട്ടെടുക്കണം എന്ന് വിനീതമായിട്ട് ഈ സന്ദർഭത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ തീർത്ഥാടന മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ലഭിച്ച അനുഗ്രഹത്തിന് ബാബാതിരിമേനിയോടും മറ്റുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് അവർ ഇപ്പോൾ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്.
സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, അഡ്മയർ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ്, ബഹുമാനായ PC വിശ്വനാഥൻ MLA, ബഹുമാനായ മുൻ MLA M. മുരളി, ശ്രീ അലി വർഗീസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം OEM മുത്തൂറ്റ്, തോമസ് ഉമ്മൻ അരികൂറും, AP മാത്യു, P. യോഹന്നാൻ, സദസ്സിനും വേദിയിലുള്ള ബഹുമാനം. ഈ തീർത്ഥാടന സംഗമത്തിൽ പങ്കെടുക്കാൻ ഓർത്തഡോക്സ് സഭാവിശ്വാസിയായ ഈ സഭയുടെ ഒരു അംഗമായ പരമ്പരയിലെ വിശ്വാസിയായ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യമേ ദൈവത്തോട് നന്ദി പറയുന്നു. ബാബാതിരുമേനിയോടും ഈ സഭയുടെ നേതാക്കന്മാരോടും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ പരിശുദ്ധ തിരുമേനിമാരും അതുപോലെ നമ്മുടെ MLA ബഹുമാനായ M. മുരളി അടക്കമുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസം ചെല്ലുന്നതോറും പരമ്പരയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ MLA സൂചിപ്പിച്ചതുപോലെ അതുപോലെ നമ്മുടെ അഡ്മയർ ട്രസ്റ്റി ജോർജ് മുത്തൂറ്റിലൂടെ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ രാവിലെ പദയാത്രയായി ഇവിടെ നടന്നു വന്നു, എനിക്കൊരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 2 മണിക്കൂർ എടുത്തു ഇവിടെ വരാൻ എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടല്ല പറഞ്ഞത്. ഈ സഭയെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ്പര തിരുമേനിയിൽ അഭയം പ്രാപിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ സന്തോഷമാണ് ഇവിടെ എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഓരോ വിശ്വാസവും ഇവിടെ ഇവിടെ പറഞ്ഞു, പ്രസംഗിച്ചു കഴിഞ്ഞും വീണ്ടും അദ്ദേഹം പറഞ്ഞു, എൻ്റെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു വിശ്വാസം, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത് എന്നുള്ളത്. അദ്ദേഹത്തെ നമ്മുടെ തനിയൂസ് തിരുമേനി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിക്കാൻ വേണ്ടി സഹായിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹയുടെ ആ ഹ്രസ്വമായ വേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. നാളുകളിലും ആ സഹായം ലഭിക്കും എന്ന വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. അത് ദിവസേന വർദ്ധിച്ചു വരികയാണ്. അത് നമ്മുടെ സഭയ്ക്ക് ധന്യമായ നേതൃത്വവും ഇപ്പോഴുണ്ട്, യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ ബാബാ തിരുമേനിയെ പല സന്ദർഭങ്ങളിലായി കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലുണ്ട്. ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രാർത്ഥന മൂലം മാറിക്കിട്ടുന്നു എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ട് നമ്മുടെ സഭയുടെ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് കോടതി വിധിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. സത്യം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 3-ാം വർഷം കഴിഞ്ഞപ്പോൾ ബാബാ തിരുമേനി, പരിശുദ്ധ ബാബാ തിരുമേനി നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ 3 വർഷം കഴിയുമ്പോൾ വലിയ ഒരു നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഈ സഭയെ വളർത്താൻ അത് നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനി കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. എറണാകുളം സമ്മേളനം നടക്കുമ്പോഴും അതുപോലെ ഈ പല സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഞാൻ ബാബാ തിരുമേനിയെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ ആയി ചെല്ലുമ്പോഴൊക്കെ എറണാകുളം സമ്മേളനം നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആ സമ്മേളനത്തിലേക്ക് ജനങ്ങൾ ലക്ഷങ്ങൾ ഒഴുകി വരുന്നത് കണ്ട് അതിനുശേഷം അതിന്റെ സംഘാടക സമിതി അംഗങ്ങളെ 2 കൈയിൽ വെച്ച് അനുഗ്രഹിച്ച് സന്തോഷത്തോടുകൂടി ഈ സഭ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ അവഗണിക്കാൻ വയ്യാത്ത ഒരു സഭയായി മാറിയത് നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനിയുടെയും ധന്യമായ നേതൃത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം, സഭയുടെ വിശ്വാസം, പരിശുദ്ധ പരമ്പര തിരുമേനിയോടുള്ള വിശ്വാസം, ഈ വിശ്വാസങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലെ വിഷമങ്ങൾ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രാഷ്ട്രീയത്തിന്റെ ഏത് രംഗങ്ങളിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചാലും നമ്മുടെ സഭയ്ക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും യാതൊരു സംശയം വേണ്ട. നമ്മുടെ സഭാ നേതൃത്വത്തിന് ഉള്ളിലുള്ള പരിശുദ്ധ ബാബാ തിരുമേനിയുടെ മനസ്സിലുള്ള ആ നീറ്റൽ വിഷമം പ്രാർത്ഥനയിലൂടെ ദൈവം തമ്പുരാൻ അതിന് പരിഹാരം കൊടുക്കും. രാഷ്ട്രീയ നേതൃത്വം അതിന് വഴങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയുന്നത് ദീർഘമായി പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ദീർഘമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തീർത്ഥാടന സ്ഥലത്തേക്ക് നമ്മുടെ ബഹുമാനായ മുൻ MLA ഇവിടെ സൂചിപ്പിച്ച M. മുരളി സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ സാഹചര്യങ്ങൾ നമുക്ക് ഈ പരിമിതിയിൽ വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ
പരിശുദ്ധ തിരുമേനിയുടെ നേതൃത്വത്തിൽ, സഭാ സെക്രട്ടറിമാരുടെയും ആത്മായ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളാണ്. ചെറുപ്പം മുതൽ പരിശുദ്ധമായി ഈ പരിമല പള്ളിയിൽ വരികയും വളരെ ചെറുപ്പം മുതൽ പള്ളിയിൽ വരികയും എൻ്റെ എല്ലാ ആവശ്യങ്ങളും വന്ന് പ്രാർത്ഥനയോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടം. ആ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ആ നിർവൃതി കിട്ടും എന്ന കാര്യം യാതൊരു സംശയമില്ല. പരിഹാരം ഉണ്ടാകുകയും ചെയ്യും. നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അവരുടെ എല്ലാം വിശ്വാസം പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം, ആ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ശക്തി, ദൈവിക ശക്തി, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മാവിനും അദ്ദേഹത്തിന്റെ ശക്തിക്കും കഴിയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ലഭിക്കാൻ വേണ്ടി ഒരു തീർത്ഥാടകനായി ഇവിടെ കടന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ഇവിടെ വരുവാനും കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് ഉള്ള നന്ദിയും പരിശുദ്ധ ഭഗവതിയോടും സഭയോടുള്ള കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. കേരള സർക്കാർ AR സ്മാരക സെക്രട്ടറി ശ്രീ അനി വർഗീസ് അവരുടെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. തീർത്ഥാടന മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകരെ, സഭയിലെ ഓരോ വ്യക്തിയും നേരിട്ടറിയുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത തോമസ് മാർ അഥാനാസ്യോസ് തിരുമേനി, മിഷൻ നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ ക്രിസ്തോസം തിരുമേനി, അഭിമന്യ തെയോഫിലോസ് തിരുമേനി, സഭയുടെ ട്രസ്റ്റി ഏറ്റവും ബഹുമാനായ MG ജോർജ് മുത്തൂറ്റ് അവர்கள், സഭയുടെ ഊർജ്ജസ്വനായ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് അവர்கள், ചെങ്ങന്നൂരിൻ്റെ MLA ബഹുമാനായ PC വിഷ്ണുനാഥ് അവர்கள், മാവേലിക്കരയുടെ മുൻ MLAയും പരിമല വിശ്വാസിയുമായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ M മുരളി അവர்கள், പരിമല സെമിനാരി മാനേജർ ബഹുമാനായ ഔക്കേൻ റമ്പാൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ റോയി M മുത്തൂറ്റ്, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രൊഫസർ വർഗീസ് പേരേൽ ഉൾപ്പെടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ, ഏറ്റവും പ്രിയങ്കരായ വിശ്വാസികളെ, വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരവസരമായി ഇതിനെ കാണുകയാണ്. എല്ലാ ദിവസവും പരിമല കബറിടത്തിന് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 13 വർഷമായി അത് മുടങ്ങാതെ തുടരുവാനുള്ള ഒരു സാഹചര്യം ദൈവം സൃഷ്ടിച്ചു തന്നത് 3 മരണങ്ങളെ മുഖാമുഖം കണ്ട അപകടങ്ങളെ അതിജീവിച്ചാണ് എന്ന് പറയുവാൻ കഴിയുമ്പോൾ തീർച്ചയായും പരിമല കബറിടത്തിന് മുന്നിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ കഴിയുന്ന ആ ജീവിത സാഹചര്യം എത്ര വലുതാണ് എന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാകുവാൻ കഴിയും. ഇവിടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും തുടർന്ന് പ്രസംഗിച്ചവരും അത്ഭുതങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ചത്. ഇവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടകരായി കടന്നു വരാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി വിശുദ്ധ കബറിടത്തിന് മുന്നിൽ വന്ന് വാവിട്ട് കരഞ്ഞ അക്രൈസ്തവനായ ഒരു വിശ്വാസിയെ ഈ സമയത്ത് ഞാൻ ഓർത്തുപോകുകയാണ്. ഇവിടെ എനിക്ക് മുന്നിൽ ഇരിക്കുന്ന ഇളവക്കാട്ട് റബ്ബാച്ചൻ അസിസ്റ്റന്റ് മാനേജറായി ഇവിടെ ഇരുന്ന കാലഘട്ടം, ഇപ്പോൾ സുൽത്താൻ ബത്തേരി മെത്രാപ്പൊലീത്തയായിരിക്കുന്ന എപ്പിപ്പാനസ് തിരുമേനി ക്രിസ്റ്റോഫോറസ് റബ്ബാനായി ഇവിടെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന കാലം, ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ്
എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അക്രൈസ്തവൻ, ഹൃദയാഘാതം കൊണ്ട് വേദനിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മകളുടെ കുഞ്ഞ് അമൃത ഹോസ്പിറ്റലില് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം അമൃതയിലേക്ക് പോകുന്നതിന് മുമ്പായി യാത്ര ചെയ്ത വാഹനത്തിലെ ഡ്രൈവർ പറഞ്ഞു, അങ്ങ് വളരെ വിഷമിക്കുന്നുണ്ടല്ലോ, പ്രയാസപ്പെടുന്നുണ്ടല്ലോ, യാത്രയിൽ നമുക്ക് പരിമല കബറിടത്തിൽ കയറി അവിടെ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിമല കബറിടത്തിന് മുന്നിൽ വന്ന് നിൽക്കാത്ത ആ വ്യക്തി പറഞ്ഞു, എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അറിയില്ല, എന്താണ് അവിടെ ചെന്ന് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അവിടെ ചെന്ന് ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അറിയാതെ വാവിട്ട് കരയുകയാണ്. ഈ കരച്ചിൽ കണ്ട് ക്രിസ്റ്റഫോറസ് റമ്പാൻ ഈ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എന്താണ് നിന്റെ പ്രയാസമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് വളരെ വിഷമിച്ച് ആശുപത്രിയിൽ കഴിയുകയാണ്, മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന സമയമാണ്, എനിക്ക് ആ കുഞ്ഞിനെ തിരികെ വേണമെന്ന്. അപ്പോൾ റമ്പാച്ചൻ പറഞ്ഞു, നീ സന്തോഷത്തോടെ പോയിട്ട് വരിക, തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന്. ഈ മനുഷ്യന് ഇവിടെ തിരിച്ചു വന്ന് വാഹനത്തിൽ കയറുമ്പോൾ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത്. ഈ ഡ്രൈവർ പറയുന്നു, അവിടെ കുഞ്ഞ് മരിച്ചു, അവർ ആംബുലൻസിൽ യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന്. ആ യാത്ര ഇവിടെ വിട്ട് പോകുമ്പോൾ ഏതാണ്ട് അമ്പലപ്പുഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിപ്പാടെത്തിയ ആ ഡെഡ് ബോഡി വഹിച്ചുകൊണ്ടുള്ള വാഹനം അവിടെ അത്ഭുതം സംഭവിക്കുകയായിരുന്നു. ആ കുഞ്ഞ് ഒരു ചലനത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ. ഈ മനുഷ്യൻ മാവേലിക്കരയിൽ എത്തുമ്പോൾ അവിടെ ആംബുലൻസിൽ ജീവനുള്ള കുഞ്ഞുമായി തിരികെ വന്നിരിക്കുന്നു. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞ് ജീവനോടെ അവരുടെ കുടുംബത്തിൽ കഴിയുന്നു. ഇത് ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയണമെങ്കിൽ എപ്പിഫാനിയോസ് തിരുമേനിയുമായി നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ കുഞ്ഞ് ഇന്ന് ജീവനോട് ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അക്രൈസ്തവനായ ആ വ്യക്തിയുടെ കുടുംബം ആ കുഞ്ഞിനോടൊത്ത് ഈ 8 വർഷവും മുടങ്ങാതെ പരിമല തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നു. ഈ കബറിടത്തിന് മുന്നിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ പരിശുദ്ധ പിതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ PC വിശ്വനാഥ് MLA-യും മുൻ MLA ശ്രീ M. മുരളിയും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അനേക ലക്ഷം ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ സത്യമായി മാറിയിരിക്കുന്ന ഈ കബറിടത്തിലേക്ക് ഒരു പബ്ലിസിറ്റിയുടെയും ആവശ്യമില്ല. ഇവിടെ കടന്നു വരുന്ന ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ വിജയം കണ്ടവരാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രയാസം മാറിക്കിട്ടിയവരാണ്, അവരുടെ കണ്ണുനീരൊപ്പിയവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിമലയിലേക്ക് കടന്നു വരുന്നവർക്ക് ജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ തീർത്ഥാടകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ റോയ് M. മുത്തൂറ്റ് അവരുടെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്കാത്മാവിനെ അഭിമന്യ തിരുമേനിമാരെ, വേദിയിൽ ഉപേക്ഷിതായിരിക്കുന്ന വ്യക്തികളെ, വന്യ വൈദികരെ, ഈ പരിമല ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായ ഇവിടെ കൂടിയിരിക്കുന്നവരുമായ എൻ്റെ എല്ലാമായ സഭാവിശ്വാസികളെ, 111 വർഷം മുമ്പ് ലോകപ്രകാരമുള്ള ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് കടന്നു വരുന്ന അനേകായിരം വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ തീർത്ഥാടന സംഗമം. നാം ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ പരിശുദ്ധ പിതാവിനെ അടുത്തറിയുവാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ പരിശുദ്ധ പിതാവ് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്വാധീനം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ ഈ പരിശുദ്ധ കബറിടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിനംതോറും ആയിരങ്ങൾ ഈ പുണ്യഭൂമിയിലെത്തി പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആയതിൻ്റെ കാരണം പരിശുദ്ധ പിതാവിൻ്റെ ഈ ലോക ജീവിതം തനിക്ക് വേണ്ടി ആയിരുന്നില്ല, ദൈവത്തിന് വേണ്ടിയുള്ളതായിരുന്നു.
ദൈവസമർപ്പിതമായ ഒരു ജീവിതം. അതിന് ഈ ലോകത്തിൽ 54 വർഷമേ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ലോകമുള്ളിടത്തോളം ഈ പരിശുദ്ധ പിതാവിനെ വിശ്വാസികൾ ഓർക്കും. അവരുടെ കാവൽ മധ്യസ്ഥനായി ഈ പിതാവ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കും. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എനിക്കും സാധിച്ചത് ദൈവനിയോഗം മാത്രമാണ്. ആയതിന് പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അറിയപ്പെടുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ. പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. താങ്ക് യു സർ. സമയപരിമിതി മൂലം പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ ശ്രീ തോമസ് ഉമ്മൻ അരികപുരം, ശ്രീ AP മാത്യു, ശ്രീ P യോഹന്നാൻ എന്നിവർ തങ്ങളുടെ പേരിലുള്ള ആശംസകൾ ഈ തീർത്ഥാടക സംഗമത്തെ ഒറ്റവാക്യത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി കൃതജ്ഞതാ പ്രകാശനത്തിനായി ശ്രീ MG ജോർജ് മുത്തൂറ്റ് ആത്മായ ട്രസ്റ്റി അവരുടെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ തിരുമേനി, സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത, എൻ്റെ സഹോദരനുമായ അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, മലബാർ ഭദ്രാസനത്തിൻ്റെ അധിപനായ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ്, ചെങ്ങന്നൂർ MLA ശ്രീ PC വിഷ്ണുനാഥ് MLA, ശ്രീമാൻ M മുരളി MLA, ബാബു ജോർജ്, അനി വർഗീസ്, റോയ് മുത്തൂറ്റ്, തോമസ് ഉമ്മൻ അരികപുരം, EP മാത്യു കൗൺസിലംഗം, E യോഹന്നാൻ കൗൺസിലംഗം, ഡോക്ടർ വർഗീസ് പേരയിൽ, വന്യ ഔദ്യോഗികന്മാർ, ശ്രേഷ്ഠ പുരോഹിതന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് നന്ദി പ്രകാശനമാണ്. സാധാരണ നന്ദി പ്രകാശന സമയത്ത് ഈ ഹോളിൽ ആരും കാണാറില്ല. ഇന്ന് ഇത്രയും പേര് ഇരിക്കുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. മുന്നേ പ്രസംഗർ പറഞ്ഞ പോലെ രാത്രി മുഴുവൻ നടന്ന് വെളുപ്പിന് ഇവിടെ ഞാൻ എത്തി. നടക്കാൻ വയ്യാത്തൊരു പരിതസ്ഥിതിയിലായി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ടായി. 3 മണിക്കുള്ള മീറ്റിങ്ങിന് എങ്ങനെ എത്തുമെന്ന്. ഇവിടുന്ന് ശ്രീമാൻ സണ്ണി എത്തുമെന്ന് പറഞ്ഞു, പേടിക്കേണ്ട 3:30 ഓരോ ഇഞ്ചും വെച്ച് ഞാനിവിടെ വരികയായിരുന്നു. എനിക്ക് താമസിച്ചതിൽ സങ്കടമുണ്ടെങ്കിലും വളരെ സന്തോഷമുണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ലക്ഷങ്ങൾ ഒഴുകി വരുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറയുന്നതാണ് ഉത്തമമായ സത്യം. കാര്യം ഓരോ വർഷവും ഇവിടെ കൂടുന്ന ആളുകളുടെ എണ്ണം 10 മടങ്ങ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് എൻ്റെ കൃത്യത്തിലേക്ക് കടക്കാം. ഇവിടെ ആരോ സൂചിപ്പിച്ച കാര്യം എൻ്റെ മനസ്സിൽ എന്നും ഉരുത്തിരിയുന്ന ഒരു പ്രവചനം പോലെ ഇരിക്കുന്ന സംഗതിയാണ്. ലോകത്തിലേക്കും വലിയ ഒരു പുണ്യ കേന്ദ്രം ഇതായിത്തീരും എന്നുള്ളത് എനിക്ക് പണ്ട് മുതലേ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു സത്യമാണ്. അത് തീർച്ചയായിട്ടും 10 മടങ്ങ് ഓരോ വർഷവും വർദ്ധിക്കുമെന്നുള്ളതിന് സംശയമില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ലോകത്തിലില്ല. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും പ്രയാസത്തിൽ കൂടെ അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കൈവരിച്ച ഒരാളാണ്. എനിക്കൊരു പ്രത്യേക അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ജനിച്ചത് നവംബർ 2-നാണ്. അത് പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുകാണ്. തിരുമേനിയുടെ പെരുന്നാൾ ദിവസം എനിക്ക് ജനിക്കാനൊത്തു. തിരുമേനിയിൽ നിന്ന് അനേക അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ ഒത്തു. ഇന്ന് മുത്തൂറ്റ് ഗ്രൂപ്പിൽ കാണുന്ന അനേക അനുഗ്രഹങ്ങളിൽ
പ്രധാന കാരണം പരുമല തിരുമേനിയാണ്. പരുമല തിരുമേനിയുടെ ഫോട്ടോ ഇല്ലാത്ത 4400 ബ്രാഞ്ചും എല്ലാ പ്രസ്ഥാനങ്ങളിലും പരുമല തിരുമേനിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കൃത്യത്തിൽ കിടക്കട്ടെ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ഇന്ത്യൻ ബാവ 91-ാം കാതോലിക്കാണ്, പൗരസ്ത്യ കാതോലിക്കാണ്. 21-ാമത്തെ മലങ്കര മെത്രാപ്പോലിത്താണ്. തിരുമേനിയോട് ഞാൻ നന്ദി പ്രകാശനം നടത്തേണ്ട കാര്യമില്ല. ഇത് തിരുമേനിയുടെ മീറ്റിംഗാണ്. എന്നാൽ തന്നെ ഔപചാരികമായിട്ട് ഈ സംഗമം തീർത്ഥാടന സംഗമത്തിൻ്റെ ആയിട്ട് ഞാൻ ബാവാ തിരുമേനിക്ക് അറ്റത്തെ നന്ദി കടപ്പാടും തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് സഭയുടെ സീനിയർ മോസ്റ്റ് മെത്രാപ്പോലിത്തായിരിക്കുന്ന തോമസ് മാർ അത്താനാസിസ് മെത്രാപ്പോലിത്താണ്, ചെങ്ങന്നൂർ ഭദ്രാസനം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അനുഭവമില്ലാത്ത ഒരാൾ പോലും ഇവിടില്ല. അഥവാ അനുഭവം ഇല്ലാത്ത ഒരാൾ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങോട്ട്. തിരുമേനിക്ക് അനേക ഹെൽത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വന്നു. അതിൽ ഈ മീറ്റിംഗിൻ്റെതായിട്ടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അർപ്പിക്കുന്നു. അഭിമന്യ ഡോക്ടർ സക്രിയ മാർ തിയോഫിലോസ് തിരുമേനി മലബാറിന്റെ മെത്രാപ്പോലിത്ത ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ സമ്മേളനത്തിൽ വന്നെത്തിയത് ഈ സമ്മേളനത്തിൻ്റെതായിട്ടുള്ള എല്ലാ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ മീറ്റിങ്ങിൻ്റെയും ഈ ഭദ്രാസനത്തിൻ്റെയും സഭയുടെ വിഷൻ ബോർഡിൻ്റെയും എല്ലാമായ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ കൂടായ ഉത്തരകാണ്ടിലേക്ക് പോയി പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതായ ഈ തിരുമേനി അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനിയാണ് ഇതിൻ്റെ ചരടെല്ലാം പിടിച്ചിരിക്കുന്നത്. ചരടിൻ്റെ അറ്റം നമ്മുടെ ഔഗ്യൻ റബ്ബാന്റെ കയ്യിലുമാണ്. ഈ തിരുമേനി ഇവിടെ നന്ദി പറയേണ്ട ആവശ്യമില്ല. തിരുമേനിയാണ് നമ്മളോട് നന്ദി പറയേണ്ടത്. എങ്കിലും ഔപചാരികമായിട്ട് ഞാൻ യൂഹാനൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ശ്രീ PC വിശ്വനാഥ് MLA, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകടനം വളരെ ശക്തിയായിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഇവിടെ പ്രകടിപ്പിച്ചു. അദ്ദേഹം മനസ്സിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തിയ ഈ നല്ല വാക്കുകൾക്കും ഇന്ന് ഒരു സ്കൂട്ടറിൽ വരെ കയറി വന്ന് ഇവിടെ എത്തിയതിൽ ഉള്ള സന്തോഷവും ഞങ്ങൾ എല്ലാ നന്ദിയും ശ്രീമാൻ PC വിശ്വനാഥനോട് അർപ്പിക്കുന്നു. ശ്രീമാൻ M മുരളി നമ്മുടെ മുൻ MLA ആണ്. അദ്ദേഹം അധികം ഫംഗ്ഷൻ ഇന്ത്യയിൽ പങ്കെടുത്തില്ലെങ്കിലും അമേരിക്കയിൽ പങ്കെടുത്തു എന്ന് നമ്മളോടിപ്പം പറഞ്ഞു. അപ്പോൾ അമേരിക്കയിൽ പോകാൻ നേരത്തെ എല്ലാ സംഗതികളും പഠിച്ചിട്ട് പോയി. അദ്ദേഹത്തിന്റെ അനുഭവവും അതിൻ്റെ കൂടെ ഒരു സജഷനും പറഞ്ഞു. അത് തീർച്ചയായിട്ടും സഭ കൂടുതൽ കരുതലോടെ എടുത്തു എന്ന് പറയുന്നു. ഇവിടുത്തെ കൂടുതൽ സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടെന്നുള്ളതിനെ പറ്റി ബോധമുണ്ട്. സഭയിൽ അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പരിശുദ്ധന്റെ നാമത്തിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഇവിടെ കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ഇന്ന് വന്ന് ഇവിടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ശ്രീ ബാബു ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അംഗമാണ്. അദ്ദേഹം ശക്തിയായിട്ട് ഈ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞു. അദ്ദേഹം ബിസിയായിട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ ഫംഗ്ഷനും വിളിച്ചാൽ പോകുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോട് നല്ല വാക്കുകൾ തിരുമേനിയുടെ നാമത്തിലും തിരുമേനിയെ പറ്റിയും അനുഭവങ്ങളെ പറ്റി പറഞ്ഞതിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.
ശ്രീ അനി വർഗീസ്, കേരള സർക്കാർ AR സ്മാരക സെക്രട്ടറി. അദ്ദേഹം 13 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇവിടെ വരുന്നു. ദിവസവും വരുന്നു എന്ന് പറയുന്നതിൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും അത് സത്യമാണെന്ന് തോന്നുന്നു. അത്ര ശക്തിയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം വളരെ വളരെ അനുഗ്രഹപരമായ അക്രൈസ്തവരുടെ കാര്യങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നു ഈ സഭയുടെ യോഗത്തിൽ നല്ല സംഗതികൾ നമുക്ക് ധരിപ്പിച്ചു പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്കും പ്രസൻസിനും നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. ശ്രീമാൻ റോയി M. മുത്തൂറ്റ് എൻ്റെ സഹോദരനാണ്. അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം ഞാൻ ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ടായി. വളരെ വലിയ ധനികനാണ് അദ്ദേഹം. ആൺമക്കളില്ല. 10-12 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും രാത്രിയിൽ ഇവിടുന്ന് തീർത്ഥാടനത്തിന് കൊണ്ടുവന്ന് രാത്രിയിൽ തുടങ്ങിയത് ശ്രീ റോയി M. മാത്യു ആണ്. റോയി M. മാത്യു ഭാര്യയെ നടക്കാൻ വയ്യെങ്കിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയും പെൺമക്കളെയും കൊണ്ടുപോയി അവസാനം 12 വർഷത്തെ ഗ്യാപ്പിന് മുകളിൽ നല്ലൊരു ഓമന പുത്രനെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ വന്ന് നല്ല വാക്കുകൾ പറഞ്ഞതിന് പ്രത്യേകമായ നന്ദി ഈ യോഗത്തിന് വേണ്ടി അർപ്പിക്കുന്നു. ശ്രീ തോമസ് ഉമ്മൻ അരികുപുറം, ഞാൻ പറയാതെ അറിയാം. അദ്ദേഹം ഇവിടെ വന്ന് അനേക കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പുറകിൽ നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലാ സംഗതികളും, ഇവിടുത്തെ പെരുന്നാളിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും ഇന്ന് ഇവിടെ വന്നതിലും ഈ വേദിയിൽ ഉപേക്ഷനായതിനും നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ശ്രീ A.P. മാത്യു, കൗൺസിൽ അംഗം. അദ്ദേഹം മലങ്കരയുടെ പരമപ്രധാനമായ പരിശുദ്ധമായ പരുമലയുടെ കൗൺസിലിലെ അംഗമാണ്. അദ്ദേഹവും വളരെ വളരെ കാര്യങ്ങൾ ചെയ്യുകയും ഇന്നത്തെ യോഗത്തിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്തതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ജോർജ് ജോസഫ്, സഭാ സെക്രട്ടറിയെ പറ്റി പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പറയണം. കാര്യം 5, 2, 7 വർഷമാകാൻ പോവാണ് ഞങ്ങൾ. എൻ്റെ മകനെ പോലെ എൻ്റെ മൂത്ത മകൻ്റെ പ്രായത്തെക്കാൾ 1-2 വയസ്സുള്ളൂ. എടുത്ത് ചാടുമ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കും. വിശ്വാസം കൂടി തീഷ്ണത കൂടുമ്പോൾ ജോർജിയുടെ ഭക്തിയും സഭയോടുള്ള സ്നേഹവും എല്ലാവർക്കും മനസ്സിലാവും. ജോർജി ചെയ്യുന്ന എല്ലാ സംഗതികളും, ഇന്നത്തെ മീറ്റിങ്ങിന്റെ തന്നെയല്ല, എല്ലാ നല്ല കാര്യങ്ങളും സഭയ്ക്ക് മേൽക്കുമേൽ വളർച്ചയുണ്ടാകാനായിട്ടുള്ള പൂർണ്ണ ഡെഡിക്കേഷൻ പൂർണ്ണമായിട്ട് അർപ്പിക്കുന്ന ശ്രീ ജോർജ് ജോസഫ് സ്വാഗതം പറഞ്ഞ സഭ അസോസിയേഷൻ സെക്രട്ടറിയോടുള്ള നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ അർപ്പിക്കുന്നു. വന്യ ഔഗിൻ റംബാൻ, ജോർജിയുടെ കൂടെ തന്നെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഔഗിൻ റംബാൻ, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, ജോർജിക്ക് വളരെ വിശ്വസനായ ആളാണ് ഔഗിൻ റംബാൻ. വന്യ റംബാൻ സൈമൺ അച്ഛനായി ഇരുന്ന സമയം മുതൽ എനിക്ക് റംബാനെ അറിയാം. അന്ന് അച്ഛൻ എൻ്റെ കുടുംബത്തിലെ തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ടും റാന്നിയിലെ ട്രിനിറ്റി ആശ്രമത്തിന്റെ സുപ്പീരിയറായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം പരുമല വന്നു കഴിഞ്ഞിട്ട് എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ചേഞ്ച് നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്യ ഔഗിൻ റംബാൻ ചെയ്യുന്ന എല്ലാ നല്ല സംഗതികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ആഗതനായി സംസാരിച്ചില്ല എങ്കിലും അദ്ദേഹമല്ല ശ്രീമതി തങ്കമണി നാമത്തിൽ നമ്മുടെ പരിമല പള്ളി സ്ഥിതി ചെയ്യുന്ന കടപ്പുറ പഞ്ചായത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പൂർണ്ണ സഹായ സഹകരണം നൽകുന്ന ഒരു മാന്യ വനിതയാണ്. വളരെ വിദൂരതയിൽ നിന്നാണ് യാത്ര ചെയ്തിട്ട് വരുന്നത് എങ്കിലും വന്നതിൽ ബാക്കി ജോലി പൂർത്തീകരിക്കുന്നു. പറഞ്ഞെങ്കിലും ശ്രീമതി തങ്കമണി നാണപ്പനും എൻ്റെ ഗതി തന്നെ വന്ന് കാണും. ഇവിടെ വരാനായിട്ട് ഈ ട്രാഫിക് കൊണ്ട് കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ആ വനിതയെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വന്യ ഔകേന്ദ്രന്മാരെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീ ഡോക്ടർ വർഗീസ് മേളയിൽ ആഗതനായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഈ വേദിയിൽ വന്നിരുന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്ന അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഈ സംഗമത്തിൻ്റെതായിട്ട് അർപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ മീറ്റിംഗിൽ മിസ് ചെയ്തത് ഞാൻ പ്രത്യേകം ഒന്ന് പറയട്ടെ. ശ്രീമതി സവിത മധു പൗലോസ്, ഡോക്ടർ മധു പൗലോസ് കാർഡിയോളജിസ്റ്റിന്റെ ധർമ്മപത്നിയാണ്, സഹധർമ്മിണിയാണ്. അദ്ദേഹമാണ്, ആ വനിതയാണ് മനോഹരമായ ഭാഷയിൽ ഇന്ന് കമ്പയർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയതുകൊണ്ട് ചേർത്ത് ഈ പ്രാവശ്യം 2 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും വിശ്വാസികൾക്കും ഇന്ന് ഈ ഹോള് നിറഞ്ഞു നിന്ന് ഇരുന്ന് ഇത് കേട്ട എല്ലാവർക്കും ഞാൻ ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സകല സംഘാടകർക്കും കൗൺസിൽ അംഗങ്ങൾക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സഹ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും എൻ്റെ മുന്നിലിരിക്കുന്ന സകലർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നത് മീഡിയ. ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, ലക്ഷങ്ങൾ ഇവിടെ വരുന്നു. നാളെ എൻ്റെ കണക്കനുസരിച്ച് 10 ലക്ഷം പേരെങ്കിലും ഇവിടെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എറണാകുളത്ത് മീഡിയ നമുക്ക് തന്ന ഒരു വലിയ സഹായം എന്ന് പറഞ്ഞാൽ ആ മഹാസമ്മേളനത്തിനെ ലോകത്തിലേക്ക് കാഴ്ച കൊടുത്തത് മീഡിയ ആണ്. ഇവിടെ മീഡിയ അത് കാണിച്ചില്ലെങ്കിലും മീഡിയയുടെ ആളുകൾക്ക് കിട്ടേണ്ട അനുഗ്രഹം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ ചെയ്യും. അവരിവിടെ വന്നതിന് അവർക്ക് എല്ലാവർക്കും നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ആശീർവാദത്തിന് മുമ്പായി പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രത്യേക അനുവാദപ്രകാരം ശ്രീമതി തങ്കമണി നാണപ്പന് ഒരു വാക്ക് ആശംസയ്ക്ക് പരിശുദ്ധ ബാബാ തിരുമേനി അനുവദിച്ചിരിക്കുന്നു. മഹാനായിട്ടുള്ള ബസോലിയാസ് മർത്തോമ പൗലോസ് കാതോലിക്ക ബാബ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഭയുടെ മേലധ്യക്ഷന്മാരെ, ജനപ്രതിനിധികളെ, സഭാവിശ്വാസികളെ, നമ്മുടെ കൊച്ചു തിരുമേനിയുടെ ഒരു നിയോഗം എന്ന പോലെ ഈ തീർത്ഥാടന സംഗമത്തിൽ തീർത്ഥാടനത്തിൻ്റെ ദുഃഖവും ക്ലേശവും മനസ്സിലാക്കുന്നതിനായിട്ട് എനിക്കിന്ന് കഴിഞ്ഞു. ഞാൻ കൊടുങ്ങല്ലൂർ എൻ്റെ മകളുടെ അടുത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷങ്ങൾക്ക് ശേഷം കൊച്ചു തിരുമേനിയുടെ കടാക്ഷത്താൽ എൻ്റെ മകൾക്ക് ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞു. ആ സന്തോഷത്തിൽ ഞാൻ പങ്കെടുത്ത് കോട്ടയം മുതൽ ഇവിടെ വരെ ഞാൻ പദയാത്രയായിട്ട് വരുന്നത് പോലെയാണ് ഇവിടെ ഈ സമയം ഈ സമാപനത്തിന് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരുവാൻ തിരുമേനി എനിക്ക് അനുഗ്രഹം പാലിച്ചു വരുന്നത്. എൻ്റെ പദയാത്രികരായിട്ടുള്ള വിശ്വാസികളെ, നിങ്ങൾ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചാണ്, എത്ര ത്യാഗങ്ങൾ അനുഭവിച്ചാണ് കൊച്ചു തിരുമേനിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥവും കുളിർമയുമുണ്ട്. ഓരോ വർഷം പിന്നിടുമ്പോഴും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പരിമല മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുവാൻ
സഭയ്ക്കും അതിനോടൊപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തും ഒരു പരിധിവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. അതൊക്കെ കൊച്ചു തിരുമേനിയുടെ നാമത്തിൽ നിങ്ങൾ പുറത്തുകൊണ്ട് ഈ തീർത്ഥാടന സംഗമത്തിൽ പങ്കെടുത്ത് നാളെ സമാപനം വരെയും സന്തോഷകരമായിട്ടും യാതൊരു അല്ലലുമില്ലാതെ ഈ തീർത്ഥാടന ഉത്സവം, ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ നമ്മളെ ഏവരെയും കൊച്ചു തിരുമേനി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി നാണപ്പനെ ഈ സഭയുടെ എല്ലാ ആദരവും സ്നേഹവും അറിയിക്കുന്നു.